श्री नरसिंह जय प्रहलादेश जय पद्ममुख मुख पद्मभंगापत्युनाथ नरसिंह भगवान की जय। प्रतापलाल महाराज की जय। गुरुदेव महाराज की जय। शिल प्रभात की जय। गुरु प्रमाण हरि हरि बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ സതി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ ഞാൻ, हरे कृष्णा प्रभु जी। हरे कृष्णा। ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധിക हरे മാതാജി. कृष्णा प्रभु जी। എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം 3 പേരെ ദർശനം വീണ്ടും കിട്ടി. അത് കാരണം സന്തോഷം. മല്ലിക മാതാജി, രാധിക മാതാജി, സതീദേവി മാതാജി അവരുടെ ഹരേ ദർശനം കൃഷ്ണ പ്രഭു. കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേറാത്തത്, അല്ലെങ്കിൽ കേറുമല്ലോ. ഞാന് ശബരിമലയ്ക്ക് പോവാ ശനിയാഴ്ച. ശനിയാഴ്ച ഞാൻ പോകും. ഗുരുവായൂരായിരുന്നു പ്രഭുജി. ഞാൻ അഷ്ടമിക്ക് പോയതാ. 10-14 ദിവസം ഗുരുവായൂരായിരുന്നു. അതാ പിന്നെ തീരെ കാണാൻ ഹരി പോയി. ബോൾ. ഹരേ കൃഷ്ണ. വന്നതും സുഖമില്ലാതെയായി. ആഹാ. അതാ. എല്ലാം കുറഞ്ഞു. 18-ാം തീയതി ശബരിമലയ്ക്ക് പോണു പ്രഭുജി. ഞാന് 18-ാം തീയതി അല്ലേ? ആദ്യമായിട്ട് പോകുന്നല്ലേ? ഫസ്റ്റ് ടൈം പോവാ. അതെ അല്ലേ? ആഹാ. വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ചവിട്ടാനായിട്ടുള്ള കൃപ ഉണ്ടാകട്ടെ മാതാജിക്ക്. സതി മാതാജി, തിരക്കായതുകൊണ്ടാ കേറാൻ സാധിച്ചിരുന്നത്. നിങ്ങളെല്ലാവരും മൂകാംബികയും അവിടെ ഇവിടെയൊക്കെ പോയല്ലേ? അതെ അതെ പ്രഭു. ഉടുപ്പിയിലെല്ലാം പോയി. പോയി പ്രഭു, പോയിട്ട് വന്നു. മൂകാംബിക പോയി, ഉടുപ്പി പോയി. ആ, അതെ. അപ്പം ഉടുപ്പി കൃഷ്ണനെയൊക്കെ ആ അഷ്ടപതി സമർപ്പിച്ചു ഗുരുവായൂര്. അഷ്ടപതി സമർപ്പിച്ചു. ഞാൻ അറിഞ്ഞിരുന്നു. എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഇതുവരെ എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. യൂട്യൂബ് ലിങ്ക് ഇതുവരെ പറ്റിയില്ല. പ്രഭുവിന്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റിയേ? ഞാനും ചോദിക്കാൻ പോയതാ, തൊണ്ടയ്ക്ക് സുഖമില്ലേന്ന് ചോദിക്കാൻ പോയതാ. എന്റെ രണ്ടാഴ്ചയായി പകർന്ന ഇതുവരെ ശരിയായില്ല. കാര്യം ഒരു മെഡിസിൻ മേടിക്കാൻ പോകണമെങ്കിലോ ഇംഗ്ലീഷ് കഴിക്കാനൊരു മടി, എന്നാൽ പോകണമെങ്കിലോ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഇല്ലേ പാരായണത്തിൽ. അപ്പം അതുകൊണ്ട് സമയം കിട്ടിയില്ല എനിക്ക് എന്നാണ്. വീണ്ടും ഇത്ര ദിവസം സുഖം ഉണ്ടായിരുന്നില്ല പ്രഭു. 2-3 ദിവസം മുമ്പ് ഇപ്പൊ 2 ദിവസമേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ട് എനിക്ക് രണ്ടാമത് വീണ്ടും അങ്ങനെ തന്നെയായി. അതെയല്ലേ? ഉം. എന്തോ നമുക്കറിയില്ല. നമ്മൾ ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തൊണ്ട ഇങ്ങനെ പിടിച്ച് ഒക്കെ ഇത് നമ്മൾ അതെ അതെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അംബിക മാതാജിയും കാണാതെ പോയി. രാമായണ പാരായണത്തിൽ നിന്ന് ആകെപ്പാടെ 1-2 പേരെ ഉള്ളായിരുന്നു. അപ്പം അതിൽ ഞാൻ അംബിക മാതാജി ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാകും. ഇന്നലെ ആരൊക്കെ ഉണ്ടായിരുന്നു? നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം എന്തായാലും നാളെ കൊണ്ട് സമാപനാണ്. നാളെ ഇപ്പം അഷ്ടമി രോഹിണി ഭഗവാന്റെ അവതാര ദിവസം. നാളെ നാട്ടിലത്തെ എത്ര 3 മണിക്കല്ലേ? ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അല്ലേ? നാളെ 3 മണിക്കാണ് ഉച്ചയ്ക്ക്. നാളെ നാട്ടിൽ അഷ്ടമി രോഹിണിയാണ്. നമ്മൾ ആഘോഷിക്കുന്ന ജന്മാഷ്ടമിയാണ്. കാര്യം ചില തവണ അത് ഒരുപോലെ വരാറുണ്ട്. ഇപ്രാവശ്യം രണ്ട് സമയത്താണ്. കർക്കിടക മാസം തീരുന്ന ദിവസമാണ് നമുക്ക് ജന്മാഷ്ടമി എന്ന് പറയുന്നത്. വൈഷ്ണവരെല്ലാവരും ആഘോഷിക്കുന്നത് ഈ പറയുന്ന പോലെ തിഥികളിലാണ്. വൈഷ്ണവർ നല്ല ലോകം മുഴുവനും, കേരളത്തിൽ മാത്രം അത് മാസം, അതുപോലെ തന്നെ നാളെ തിഥി, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വരണം. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി പക്ഷെ ഇത് മാസം തിഥികളിൽ. മാറിപ്പോകൂലേ പ്രഭു? ഏഹ് കർക്കിടക മാസം ആവൂലേ? കർക്കിടക മാസം തന്നെയല്ലേ? ചിങ്ങാവോ? നാളെ ചിങ്ങം ഒന്നാണല്ലേ? നാളെയാണോ? അല്ലല്ലോ, മറ്റന്നാളല്ലേ? മറ്റന്നാളാണ്. നാളെയാണോ? മറ്റന്നാളാണ് ആ. ചിങ്ങം. അപ്പോൾ പക്ഷെ നാളെയല്ലേ ജന്മാഷ്ടമി? നാളെ ജന്മാഷ്ടമി, അഷ്ടമി രോഹിണി ലാസ്റ്റ് വരും ചിങ്ങം. അപ്പൊ മാസം തന്നെ മാറിപ്പോണു. കേരളം മറ്റേതും കൂടിയേ എല്ലാം മാറി. ചിങ്ങമാസവും അതുകൊണ്ട് ഇതും. നമ്മള് പുരാണങ്ങളിൽ അല്ലെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും, അതായത് നോർത്ത് അങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിൽ, ലോകം മുഴുവനുള്ള ഏത് സമ്പ്രദായമാണെങ്കിലും ഫോളോ ചെയ്യുന്ന തിഥിയാണ് അത്. പ്രത്യേകിച്ചും ദൈവങ്ങളുടെ കാര്യത്തിൽ അല്ലേ? നമുക്ക് ഒരുപാട് ഭഗവാന്മാരുടെ അറിയാം. ഏതൊക്കെയാണ്? നമ്മൾ ഓണം ആഘോഷിക്കുന്ന ആരുടെ ഇതിലാണ്? വാമന ദ്വാദശി. ചില സമയങ്ങളിൽ മാത്രമേ വാമന ദ്വാദശിയും തിരുവോണം കൂടെ ഒരു ദിവസം വരത്തുള്ളൂ, വളരെ കുറച്ച് സമയങ്ങളിൽ. വാമന ദ്വാദശി. പിന്നെ വരാഹ ദ്വാദശി. പിന്നെ അടുത്ത് നരസിംഹ ഭഗവാന്റെ നരസിംഹ ചതുർദശി. പിന്നെ ഗൗര പൂർണിമ, ബലരാം പൂർണിമ, നിത്യാനന്ദ ത്രയോദശി, ശ്രീരാമ നവമി. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
അതുപോലെ തന്നെ രാധാ അഷ്ടമി. ഇനി നമുക്ക് രാധാഷ്ടമി വരാൻ പോവാണ് അല്ലേ? ജന്മാഷ്ടമി കഴിഞ്ഞ് അടുത്ത അഷ്ടമി ആകുമ്പോൾ രാധാഷ്ടമി ആകും. ഓക്കെ, ഒരു 15 ദിവസം കൂടെ കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ വൈഷ്ണവരും ലോകം മുഴുവനുള്ള എല്ലാ സമ്പ്രദായക്കാരും ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ക്രിസ്മസ് പോലെ തന്നെ 2 സമയത്ത് ഡിസംബർ 25 ആഘോഷിക്കുന്നവരുണ്ട്, ജാനുവരി ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കേരളത്തിൽ മാത്രം ഓണം എന്നുള്ള ഒരു ആഘോഷം, അതുപോലെ തന്നെ ശബരിമല, ഇങ്ങനെയൊക്കെയുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വിഷു. പക്ഷെ വിഷു വേറെ പല രൂപത്തിലാണ് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ മകരവിളക്കിന് മകരസംക്രമം നമ്മൾ കേരളത്തിൽ, അത് മറ്റുള്ള പല സ്ഥലങ്ങളിൽ അത് വേറെ പല രീതിയിലാണ് കൊണ്ടാടുന്നത്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെ നമ്മൾ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മൾ ഇത് ആഘോഷിക്കാം. പക്ഷെ ചില വൈഷ്ണവര് ഭഗവാന്റെ ജന്മം എത്ര ആഘോഷിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമ്മളത് ഒന്നും കുറയാൻ പോകുന്നില്ലല്ലോ അല്ലേ? ഭഗവാന്റെ തിരുപ്പിറവി അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരം, അത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് എത്ര ആഘോഷിച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ചിലർ രണ്ടും ആഘോഷിക്കുന്നുണ്ട്. നമുക്ക് രണ്ടും ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് നാളെ 3 മണിക്ക് നിങ്ങൾ ഇന്ത്യൻ നാട്ടിൽ സമയം ഞാൻ പോസ്റ്റ് ഇടുന്ന നാളെ പ്രശ്നോത്തരി ഉണ്ട്, രാമായണ സമർപ്പണമുണ്ട്. പട്ടാഭിഷേകം മാത്രം മതി ഇനി. ഇന്നലെ അതിന് മുൻപേ ഉള്ള സംഭവം വരെ എടുത്തു കഴിഞ്ഞു. ഇനി പട്ടാഭിഷേകം, അതിനുശേഷം പ്രശ്നോത്തരി ഉണ്ട്. 100 ചോദ്യങ്ങളുണ്ടായിരിക്കും. പിന്നെ ഓപ്ഷൻസ് ഒന്നുമില്ല, കാര്യം ഓപ്ഷൻസ് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് എല്ലാം ഒറ്റവാക്കിലുള്ളതാണ്. അതിലെ 3 എണ്ണത്തിൻ്റെ ക്ലൂ ഞാൻ ഇന്നലെ പറഞ്ഞാണ്. പിന്നെ നിങ്ങളൊക്കെ ഇന്ന് കയറിയതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, അതൊന്ന് നോക്കിക്കൊണ്ട് പോരേക്ക്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം, ഏകശ്ലോകി രാമായണം, പിന്നെന്താണ് നമ്മുടെ ആദിത്യ ഹൃദയ മന്ത്രം. ഇത് 3 ഒന്ന് നോക്കിയേക്കണം. അത് മാത്രം ക്ലൂ തരാം. ബാക്കിയുള്ള എല്ലാം നമ്മളെ ഒന്ന് ഏകശ്ലോകി രാമായണം, ആദിത്യ മന്ത്രം, പിന്നെ വേറെന്താ പറഞ്ഞു പ്രഭു? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. ലോകം. അത് രാമൻ ദശരഥ വിധിയും അതാണ് സുമിത്ര ഉം. ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. അതെ. അതെ. അപ്പൊ അങ്ങനെ മറ്റേത് സന്താപനാശകരായ നമോ നമ അന്തവാന്റെ. അതൊന്ന് നോക്കിയേക്ക്. അതാണ്. ഞാൻ അമ്മയ മാതാജി ഒന്നും ഇന്നലെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാണ്. പിന്നെ പിന്നെ നമ്മൾ അവതാര മഹിമ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമോ കീർത്തനങ്ങളോ ഒക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് തയ്യാറായിട്ട് വരാം. പിന്നെ ഭഗവത്ഗീത 9-ാമത്തെ അധ്യായം 12-ാമത്തെ അധ്യായമൊക്കെ 12, പിന്നെ വിശ്വരൂപ ദർശനം 11 ഒക്കെ ചെല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഭഗവത്ഗീത. പിന്നെ അവതാരം, ശ്രീകൃഷ്ണ അവതാരമുള്ള ഭാഗവതം. പക്ഷെ ആ ഭാഗവതം ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ നാരായണീയം വായിച്ചൂടെ പ്രഭു? എന്തോ നാരായണീയം, ശ്രീകൃഷ്ണാവതാരം നാരായണീയത്തിന്റെ ഭാഗം വായിച്ചൂടെ? അതിലെ ഒരു ചെറിയ ഭാഗം വായിക്കാം. അങ്ങനെ ദശകം 38 ശ്രീകൃഷ്ണാവതാരാണ്. അവതാരം അല്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ആനന്ദരൂപ തുടങ്ങുന്നു. അഷ്ടോത്തര ശതം ഉണ്ടെങ്കിൽ അത് 108 മന്ത്രങ്ങൾ ജപിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനത് പക്ഷെ പ്രിന്റ് എടുക്കാനായിട്ട് വിട്ടുപോയി ഇറങ്ങാൻ നേരത്തെ ഓഫീസിൽ നിന്ന്. അത് കാരണം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ലീഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടി 108 മന്ത്രങ്ങളും ജപിക്കാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വിപുലം ഒരു 2-2.5 മണിക്കൂർ കാണും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു സമയം 3 തൊട്ടൊരു 5:30 വരെയും ഒക്കെ തന്നെ കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തയ്യാറായി ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട്, പിന്നെ ഉപവാസമാണല്ലോ നാളെ. രാവിലെ എണീറ്റ് നമ്മൾ വെള്ളം കുടിച്ചിട്ട് കുളിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപവാസം രാത്രി 12 മണി അവതാര സമയം വരെ. അതിനുശേഷം ഏകാദശി പ്രസാദം. പിറ്റേ ദിവസം നന്ദോത്സവമാണ്. നന്ദമഹാരാജാവിൻ്റെ നന്ദമഹാരാജാവ് ഭഗവാന്റെ ജന്മം ആഘോഷിച്ച ദിവസമാണ് നന്ദോത്സവം. അന്ന് തന്നെയാണ് ശ്രീലപ്രഭുപാദർ ജനിച്ചത്, ശ്രീലപ്രഭുപാദർ ആവിർഭവിച്ചത്. അതുകൊണ്ട് ശ്രീലപ്രഭുപാദരുടെ ബർത്ത്ഡേ ആയിട്ട് അത് നന്ദോത്സവം നമ്മൾ ആഘോഷിക്കുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ഉച്ചവരെ ഉപവാസമാണ്. അപ്പം അതുകൊണ്ട് ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നവരൊക്കെ എടുക്കുക, അല്ലാത്തവരൊക്കെ തന്നെ പ്രാർത്ഥിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക. നാളെ ഉറങ്ങാനൊന്നും പറ്റത്തില്ല, അതറിയാമല്ലോ അല്ലേ? അപ്പോൾ പരമാവധി എല്ലാവരും ക്ലാസ്സിലൊക്കെ കയറിയിരിക്കുക. ക്ലാസ്സിൽ വരുന്നതിന് മുൻപേ പ്രാക്ടീസൊക്കെ ചെയ്യുക. നാളെ നിദ്രാദേവി പ്രത്യേകിച്ചും എല്ലാവരെയും വന്ന് കടാക്ഷിക്കും.
കാരണം ഗുരുപ്രഭുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കയറിയ അവർക്കൊക്കെ തന്നെ മനസ്സിലായി കാണും. ഗുരുപ്രഭു വീണ്ടും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ഗുരുപ്രഭു വീണ്ടും പറഞ്ഞിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭകർണ വധം കഴിഞ്ഞപ്പോൾ, നമ്മൾ രാമായണത്തിൽ പറഞ്ഞാണ്, കുംഭകർണ വധം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അടുക്കൽ ഒരു ഭക്ത വന്ന് തേങ്ങി കരഞ്ഞു വന്ന് നിന്നു. ആ ഭക്തയുടെ പേര് നിദ്രാദേവി എന്നാണ്. കാര്യം നിദ്രാദേവിയെ ഉപാസിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു ഭക്തനായിരുന്നു ആര്? കുംഭകർണൻ. നിദ്രാദേവിയെ ആര് ഉപാസിക്കുന്ന ഒരേ ഒരു ഭക്തനായിരുന്നു. അപ്പൊ ആ ഭക്തന്റെ ജീവൻ ഭഗവാൻ അങ്ങ് എടുത്തില്ലേ, ഇനി എനിക്ക് ഭക്തന്മാരാരും ഇല്ല. അപ്പൊ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ എന്ത് ചെയ്യും, ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ നാമമൊക്കെ ജപിക്കുന്ന അവര് ഉറങ്ങുമ്പോൾ നീ അവരുടെ അടുക്ക് ചെന്ന് അവരെ ഉപാസിച്ചോളാൻ പറയാം. അപ്പൊ അവരുടെ ആ കൂടെ ഇരുന്നിട്ട് ഗുരുപ്രഭു പറയുന്ന കേട്ടു, ഭാഗവതം വായിക്കുന്നവിടെ ഉറക്കം വരും. അവിടെ പോയി നീ കുടി കൊണ്ടോളാൻ പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നമ്മളെ നിദ്രാദേവിയെ കടാക്ഷിക്കാൻ വരും. പിടിച്ചു നിൽക്കുക എന്നേ പറയാനുള്ളൂ. അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രോഗ്രാമൊക്കെ നിങ്ങളെല്ലാവരും ഒക്കെ പരമാവധി എന്തൊക്കെയൊക്കെ തയ്യാറായി വരിക. എന്തെങ്കിലും ഒരു ചെറിയ കഥ പറയണമെങ്കിൽ അത് പറയാം, കീർത്തനമാണ് പാടുന്നതെങ്കിൽ അങ്ങനെ. നമ്മുടെ ഏറ്റവും വലിയ സെലിബ്രേഷനാണ് ജന്മാഷ്ടമി, നമ്മളുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സെലിബ്രേഷൻ. അപ്പം അതുകൊണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനിലാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാണ്ട് ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ ഭഗവത്ഗീത ഏതായാലും അപ്പം നാളെയാണ് പാസ്റ്റ് ടൈംസ് അവതാരം ഇതൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ രാമായണം സമർപ്പിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് നാളെ അത് വിശദമായിട്ട് നമുക്കത് കാണാം. സമയം അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. ഇന്നത്തെ ശ്ലോകം ഏതാണ്? 11 11, 12, 13 കർമ്മയോഗം. 11, 12, 13. നമുക്ക് കഥ പറയുന്നൊരു പ്രഭു ഉണ്ടായിരുന്നല്ലോ, പ്രഭു. അതൊക്കെ വരാറേ ഇല്ലല്ലോ. വന്നു മാതാജി കയറിയില്ല എന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വന്നിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച. അതെയോ? ഞാനില്ലായിരുന്നു, ഫസ്റ്റായിട്ട് ഞാൻ ഗുരുവായൂർ. അതെല്ലേ, രാധിക മാതാജിയൊക്കെ മിസ്സായി പോയത്. ആ പ്രഭു വന്നിരുന്നു, പ്രശാന്ത് പ്രഭു നല്ലൊരു കഥ പറഞ്ഞിട്ട് പോയി. ജനാബി ഞങ്ങളില്ലായിരുന്നു മാതാജി കയറിയിരുന്നോ? പ്രഭു. നഷ്ടമായി പോയി, വല്ലാത്ത നഷ്ടമായി പോയി അത്. വല്ലാതെ നഷ്ടമായി പോയി. ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, ഉടുപ്പിയിലൊക്കെ കാണുക. പോകുന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കാണുക. ആ, അപ്പൊ ഇന്നത്തെ ശ്ലോകം 11, 12, 13. അപ്പം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 3 ശ്ലോകം 11. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാതരുടെ പ്രധാനപ്പെട്ട തർജ്ജമ. ജയ ശ്രീല പ്രഭാത്. അനേന
ഇത് അല്ലെങ്കിൽ യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവേത പ്രീതിപ്പെടുത്തിയാൽ തേ ദേവ ആ ദേവന്മാർ വാ നിങ്ങളെ ഭാവയന്തു പ്രീതിപ്പെടുത്തട്ടെ, പരസ്പരം അന്യോന്യം ഭാവയന്ത പ്രീണിപ്പിക്കുന്നവരായിട്ട് പരമമായ ശ്രേയസിനെ അവാപ്സ്യഥ നിങ്ങൾ പ്രാപിക്കും. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരാകിയാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമ ശ്രേയസ് അനുഭവിക്കാം. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ അതിൻ്റെ ഭാവാർത്ഥം നമുക്ക് നോക്കിയിട്ട് നമുക്ക് പറയാം. സുജന മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ദേവന്മാരാണ് ഭൗതിക കാര്യങ്ങളുടെ അധികാരം ഏൽപ്പിക്കപ്പെട്ട ഭരണകർത്താക്കൾ. ഭഗവത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർമ്മചാരികളാണ് അവർ. വായു, വെളിച്ചം, വെള്ളം മുതലായ ജീവജാലങ്ങൾക്കൊക്കെ ശരീര നിർദ്ധാരണത്തിനുള്ളതെല്ലാം വിതരണം ചെയ്യാൻ അധികാരപ്പെട്ടവരുമാണ്. അവരുടെ പ്രീതിയും അപ്രീതിയും മനുഷ്യന്റെ യജ്ഞാനുഷ്ഠാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളവയാണ്. അവ ചെയ്യുമ്പോഴും സർവയജ്ഞോപഭോക്താവെന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. ഭോക്താരം സർവജ്ഞാനം എന്നതുകൊണ്ട് ഭഗവത്ഗീത ഊന്നിപ്പറയുന്നതും യജ്ഞഭോക്താവ് കൃഷ്ണൻ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് യജ്ഞപതിയുടെ ആത്യന്തികമായ സംപ്രീതിയാണ് എല്ലാ യജ്ഞങ്ങളുടെയും പ്രധാന ഉദ്ദേശം. ഈ യജ്ഞങ്ങൾ പിഴയില്ലാതെ നടത്തുന്നത് കൊണ്ട് വിതരണത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ചുമതലപ്പെട്ട ദേവന്മാർ സ്വാഭാവികമായി സംതൃപ്തരാകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ വിതരണം ശരിയായി നടക്കുന്നു. യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളും ഉണ്ട്. അവ ആത്യന്തികമായി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വഴിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച്. മാതാജി എവിടെ വായിക്കുന്നത്? യജ്ഞാനുഷ്ഠാനത്തിന് അനേകം പാർശ്വഫലങ്ങളും ഉണ്ട്. വരുത്തുന്നു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ യജ്ഞാചരണം സർവകർമ്മങ്ങളെയും പവിത്രീകരിക്കും. ആഹാര ശുദ്ധവും സത്വശുദ്ധവും ധ്രുവാസ്മിത്യോ സ്മൃതിർലാഭോ സർവഗ്രന്ഥിനാം വിമമോക്ഷ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് വിപ്രമോക്ഷ. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകൃത ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ജീവിതശുദ്ധി സ്മരണ മണ്ഡലത്തിലുള്ള സൂക്ഷ്മ കോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തിമാർഗ ചിന്ത ആരംഭിക്കും. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് എന്താണ്? നമ്മള് പരസ്പര പ്രീണനം എന്നാണ് അവിടെ പറയുന്നത് അല്ലേ? പരസ്പര പ്രീണനം എന്താണ്? ഗീവ് ആൻഡ് ടേക്ക് അല്ലേ? നമ്മൾ അങ്ങോട്ട് കൊടുത്തു എടുത്തു അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ ഭൗതികതയിൽ പറയാറുണ്ട് ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട് ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അതേ കിട്ടുള്ളൂ അല്ലേ? നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും, മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം കിട്ടും എന്ന് പറയാറുണ്ട്. പിന്നെ ഒരാൾ നമ്മളോട് നല്ലത് പെരുമാറുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നല്ലത് പെരുമാറുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നല്ലത് കിട്ടും അല്ലേ? ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്നാണ് ഈ പരസ്പര പ്രീണനം? അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഓരോ ദേവന്മാർക്കും ഓരോരോ പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരോ യജ്ഞങ്ങൾ ചെയ്യും അല്ലേ? അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അഗ്നിദേവൻ ഒരുപാട് ഇതുപോലെ തന്നെ യജ്ഞങ്ങളിൽ നെയ്യ് സേവിച്ച് അഗ്നിദേവൻ എന്തായി അജീർണം ബാധിച്ച് എന്ത് ചെയ്തു? വയറ് കമ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് ഈ നെയ്യ് സേവിക്കാൻ എന്നൊക്കെ പറ്റാതായിപ്പോയി. അഗ്നിയിൽ നെയ്യ് ഹോമിച്ച് അഗ്നിദേവന്റെ വയറ് പൊട്ടിപ്പോറായ അവസ്ഥയിൽ
എന്താണ് ഈ പറയുന്ന ആം, വനം ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങി അല്ലേ, നമ്മുടെ കാണ്ഡവ ദഹനം നടക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻ വന്ന് മഴ പെയ്ച്ച് അത് മുടക്കും. അങ്ങനെയുള്ള കാര്യം നമ്മൾ കണ്ടാണല്ലോ അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള യജ്ഞങ്ങളും കണ്ടു. ഋഷ്യശൃംഗൻ വന്നിട്ട് അനുഷ്ഠിക്കുന്ന യജ്ഞം പുത്രകാമേഷ്ടി കണ്ടു. പിന്നെ അശ്വമേധം പൃഥു മഹാരാജാവ് അനുഷ്ഠിച്ച അശ്വമേധയാഗം കണ്ടു. ഇന്ദ്രൻ മുടക്കാൻ നോക്കിയത് കണ്ടു. അപ്പൊ ആ അശ്വമേധയാഗം നടത്തിയത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ബ്രഹ്മദേവൻ വന്ന് പറഞ്ഞു, നീ 99 നടത്തി, നീ 1 നടത്തിയാൽ തന്നെ ഭഗവാൻ പ്രീതനായിരിക്കുന്നു. പിന്നെ 100 നടത്തി ഇന്ദ്രനെ പ്രകോപിപ്പിക്കാൻ നോക്കണം. 100 എന്നുള്ള സംഖ്യയല്ല, ഭഗവാന്റെ പ്രീതിയാണ് മുഖ്യം എന്ന് പറഞ്ഞു. വിഷ്ണു ഭഗവാൻ ദേ ഇതാ വന്നിരിക്കുന്നു നിന്നെ കാണാൻ എന്ന് പറഞ്ഞ് പൃഥു മഹാരാജാവിന് വിഷ്ണു ഭഗവാൻ ദർശനം കൊടുത്തു അല്ലേ. പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളും പൂജകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ നാട്ടിലൊക്കെ പോയി നമ്മൾ ചെന്നിട്ട് ചില ദേവീ ക്ഷേത്രങ്ങളിലും പിന്നെ അയ്യപ്പ സ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി വെടി വഴിപാടെന്നൊരു വഴിപാടുണ്ടല്ലേ, ശത്രുക്കളുടെ തല പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ ശത്രു സംഹാര പൂജ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യും. നമ്മുടെ ശത്രുക്കളെല്ലാവരും അവിടെ എന്നാ പറഞ്ഞ് പറക്കണം അല്ലേ. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ശരിക്കും ഈ ശത്രു സംഹാരവും ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മളുടെ ഉള്ളിലുള്ള ശത്രുക്കളെ പറതി കളയാന്നുള്ളതാണ്. കലിയുഗത്തിൽ ഇപ്പം പുറത്തല്ല, മറ്റുള്ള യുഗങ്ങളിലൊക്കെ തന്നെ 2 ലോകങ്ങൾ തമ്മിലും 2 രാജ്യങ്ങൾ തമ്മിലും 2 കുടുംബങ്ങൾ തമ്മിലും ആണെങ്കിൽ ഇപ്പോൾ അത് നമ്മളുടെ മനസ്സിനുള്ളിൽ തന്നെയാണ് നല്ലതും ചീത്തയും അല്ലെങ്കിൽ തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. നന്മയും തിന്മയും അല്ലെങ്കിൽ ദ്വന്ദ്വങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തു. നമ്മളൊരു ദേവീക്ഷേത്രത്തിൽ ചെന്നൊരു വെടി വഴിപാട് കൊടുത്തു. അപ്പം അതിൻ്റെ ഫലം നമ്മൾ ഏത് ശത്രുവിൻ്റെ തല പൊട്ടാനാണെന്ന് തല പൊട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അതിന് തക്കതായ എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടും. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ആ ശത്രുവിന് സംഭവിച്ചു, നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ, ആ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എന്താണ്, ദേവി കോപിക്കും. കാരണം ദേവിക്ക് കിട്ടാനുള്ളത് കിട്ടണം അല്ലേ. നമ്മൾ പിന്നെ താങ്ക്സ് പറയാണ്ട് നമ്മൾ നിൽക്കുക, നമ്മുടെ കാര്യം സാധിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ദേവി നമുക്കിട്ട് തിരിച്ച് പണി തരും അല്ലേ. മനസ്സിലായില്ലേ. നമ്മൾ ഏത് മൂർത്തികളെ ആരാധിച്ചു കഴിഞ്ഞാലും ചിലരൊക്കെ ഉണ്ടല്ലോ കുട്ടിച്ചാത്തൻ സേവ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലേ. എന്നാ ആവണങ്ങാടോ അങ്ങനെയൊക്കെ പറഞ്ഞ് തൃശ്ശൂരുള്ളവർക്കൊക്കെ അറിയാം കൂടുതലും. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ അതൊക്കെ തന്നെ എന്താണ് സംഭവിക്കുന്നത്, അവരെ പുതുക്കിക്കൊണ്ടിരിക്കണം, അതുപോലെ തന്നെ അവരെ കണ്ടുകൊണ്ടിരിക്കണം, പിന്നെ മദ്യം കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തൃശ്ശൂരുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എന്താണ്, അവർ തിരിച്ച് നമുക്കിട്ട് പണി തരും. ചിലപ്പോൾ അവർ ചാത്തൻ പോയി വേറൊരാളുടെ വീട്ടിലിരിക്കുന്ന സമ്പത്ത്, അവരുടെ അലമാരിലിരിക്കുന്ന സമ്പത്ത് എടുത്ത് വേണം നമുക്ക് കൊണ്ടു തരുമായിരിക്കും. അല്ലാതെ ചാത്തന് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ, ഒരിടത്തുള്ള സാധനം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൊടുക്കപ്പെടും. പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അവർ ഭഗവാനല്ല അല്ലേ. അതുകൊണ്ട് ഒരിടത്തുള്ള സാധനം വേറൊരു സ്ഥലത്തേക്ക് മാറ്റിത്തരും ഉപാസകർക്ക്. ആ ഉപാസന ചെയ്യാനായിട്ട് നമ്മൾ വൈമുഖ്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 8ന്റെ പണി തിരിച്ചു കിട്ടും. 8അല്ല 16ന്റെ പണി തിരിച്ചു കിട്ടും. അത്രയ്ക്ക് ഇവർ നമ്മളോട് ചെയ്യും. അതായത് പരസ്പര പ്രീണനം എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും, അല്ലെങ്കിൽ തിരിച്ച് നല്ല പണി ഇങ്ങോട്ട് കിട്ടും. അതാണ് ഈ ദേവകളുടെ അവസ്ഥ. ഇങ്ങനെ ഒരു ദേവൻ പണി കൊടുത്ത വിവരം നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒരു ദേവൻ ആരൊക്കെ പറയാൻ പറ്റുന്നത്? നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ആ ഒരു ദേവനെ അനുസ്മരിക്കാതെ വന്നപ്പോൾ ദേവൻ പണി കൊടുത്ത ഇത് ആർക്കും അറിയത്തില്ല. ജ്ഞാനാംബിക മാതാജി ഇല്ലേ? മാതാജിയാണല്ലോ ആദ്യം ആൻസറൊക്കെ പറയുന്നത്. നമ്മൾക്ക് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ വഴിപാട് വിചാരിക്കും. ഞാൻ ഇന്റെ സാധനം സാധിച്ചാൽ ഞാനൊരു തുലാഭാരം നടത്ത അമ്പലത്തിൽ വന്നിട്ട് ചെയ്തു. നേരം ഭർത്താവ് സാധനം തുലാഭാരം നടത്തി ചിലപ്പോ അങ്ങ് പോരിയായിരിക്കും, അതല്ലെങ്കിൽ അതങ്ങ് മറന്നു പോകും. പിന്നെ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമ്പോഴാ നമ്മൾ പിന്നെ രണ്ടാമത് പണിച്ചരെടുത്ത് പോകുമ്പോ എന്തായിരുന്നു. അപ്പൊ ഉദാഹരണം പറയാ, എന്റെ ദേശത്തിന്റെ മോള് ഇതുപോലെ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പന്റെ പുറത്ത് പോയി നിന്ന് തൊടുത്തുമ്പോ പോന്നു. കുട്ടികൾ ഉണ്ടാവുന്നില്ല, ഇങ്ങനെ വിഷമിച്ച് പഠിക്കാനെടുത്ത് പോയപ്പോ പറഞ്ഞു, നിങ്ങൾ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയിട്ട് ഭഗവാനെ കാണാനുള്ള ഈ സന്മനസ് കാണാതെ പുറത്തുനിന്ന് തൊഴുതില്ലേ, അതുകൊണ്ടാണ്.
പിന്നെ അവര് പെട്ടെന്ന് തന്നെ പോയി തൊഴുതു വന്നു. അടുത്ത മാസം പ്രഗ്നന്റ് ആയി പ്രസവിച്ചു. അതെ. അപ്പൊ നമ്മള് വഴിപാട് എന്തായാലും വിചാരിച്ചാൽ ചെയ്യണം. അത് ഇതില്ലെങ്കിൽ അവര് പണി തരുന്നത്. അതെ. പിന്നെ നമ്മൾ പിന്നീട് ആ വഴിപാട് കഴിക്കാൻ വേണ്ടി അടുത്ത ജന്മം എടുക്കേണ്ടി വരും. അതുകൊണ്ട് വഴിപാട് നേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച ദേവഗടം എന്ന് പറഞ്ഞാൽ ദേവഗടമുണ്ട്, പിതൃഗടമുണ്ട്, മാതൃഗടമുണ്ട്, ഋഷിഗടമുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കടങ്ങളും ഉണ്ട്. ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി നമുക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അതുപോലെ ഞാൻ രണ്ട് സ്റ്റോറീസ് പറയാം. അതുപോലെ തന്നെ ഒന്ന് എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ സമയം അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. അതായത് അവരുടെ കുടുംബത്തിലെ ഒരു സ്ത്രീ നാത്തൂൻ കണ്ണീര് കാണാനായിട്ട് ഗരുഡൻ നേർന്നു. ഗരുഡനാണ് അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് അവിടുത്തെ ക്ഷേത്രത്തിലെ. നാത്തൂന്റെ കണ്ണീര് കാണാനായിട്ട്. അപ്പൊ എന്താണ് സംഭവിച്ചത്? നാത്തൂന്റെ കണ്ണീര് കണ്ടു. എങ്ങനെ ആങ്ങള മരിച്ചു, സ്വന്തം ആങ്ങള മരിച്ചു. അപ്പൊ നാത്തൂൻ കരഞ്ഞു അല്ലേ. എന്നിട്ട് ഇവര് മരണസമയപ്പം എന്ത് ചെയ്തു? ഇവരുടെ ജീവൻ പോകുന്നില്ല. എത്രയൊക്കെ ആരൊക്കെ വന്ന് നോക്കിയിട്ട് എന്തായാലും ജീവൻ പോകുന്നില്ല. മരണവെപ്രാളം അനുഭവിച്ചുകൊണ്ടിരിക്കുക ദിവസങ്ങളായിട്ട്. അപ്പോഴാണ് പ്രശ്നക്കാരെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു വഴിപാട് കഴിക്കാനുണ്ട്. ഒരു വഴിപാട് കഴിക്കാനുണ്ട്. ഇവർക്ക് പറയാനായിട്ടൊന്നും അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. വഴിപാട് ഉണ്ടെന്ന് എന്നതാണെന്നൊന്നും പറയാനായിട്ടുള്ള ആ ഒരു ഇതിലല്ല കിടക്കുന്നത്, അബോധാവസ്ഥയിൽ. പക്ഷെ മരിക്കുന്നില്ല. ഭയങ്കര വെപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം അങ്ങ് വരുന്നുമില്ല. അപ്പം അങ്ങനെ വന്നപ്പം വഴിപാട് എന്നാണെന്ന് അന്വേഷിച്ച് വന്ന് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അത് അറിഞ്ഞത്. സ്വന്തം നാത്തുവിൻ്റെ കണ്ണീര് കുടിക്കാനായിട്ട് ചെയ്തതാണ്. ആങ്ങള മരിച്ചു. അപ്പോൾ എന്നാലും ആ വഴിപാട് ക്ഷേത്രത്തിൽ നടത്താതെ കിടക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ ഗരുഡൻ തൂക്കം നടക്കാതെ കൊണ്ടാണെന്ന് പറഞ്ഞ് ആ ഗരുഡൻ തൂക്കൻ നടത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവൻ പോയത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെല്ലാം പ്രതിപ്രവർത്തനം ഉണ്ടാകും അല്ലേ. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിന് റിയാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു ലീലയിൽ കൂടെ നമ്മൾ കണ്ടു ഇതുപോലെ ഒരു ദേവനെ പ്രീതിപ്പെടുത്താതെ ദേവൻ തിരിച്ച് പ്രതികരിക്കുന്നത്. അത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല ഏത് ലീലയാണ്. ശ്രീരഞ്ജിനി മാതാജി, സതി മാതാജി. ഇന്ദ്രൻ ഇന്ദ്രൻ, ഗോവർദ്ധന ലീല. ഗോവർദ്ധന ലീല. ഹരി ബോൾ. മാതാജിക്ക് ഓർമ്മ വന്നല്ലോ. താങ്ക് യു മാതാജി. അപ്പൊ അങ്ങനെ നമ്മൾ എത്രയോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം വരുമ്പോഴത്തേന് അത് ഓർമ്മയിൽ വരത്തില്ല അല്ലേ. അപ്പൊ ഇന്ദ്രൻ ഒരു പണി കൊടുത്തു. ആർക്ക്? നന്ദഗോപര് എല്ലാ വർഷവും മഴ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരുന്നത്? ഒരുപാട് വലിയ ഭോഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ദ്രന് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. വലിയ യജ്ഞവും ഹോമകൊണ്ടും ബ്രാഹ്മണനൊക്കെ വന്ന് അതിരാത്രം എന്നൊക്കെ പറയുന്ന പോലത്തെ ഭയങ്കര വലിയ ഹോമങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരുപാട് വിഭവങ്ങളും ധാന്യങ്ങളും എല്ലാം സമ്പാദിക്കണം. അത് നല്ല ചെലവാണ് അത് ഹോമം നടത്തുന്നതിന്. ഒരുപാട് പൂജാരിമാരെ വരുത്തണം, അവർക്ക് ദക്ഷിണ കൊടുക്കണം, അങ്ങനെയുള്ളതാണ്. അപ്പം ഭഗവാൻ ഒരു 7 വയസ്സായ സമയത്ത് ഭഗവാൻ നന്ദഗോപരോട് ചെന്ന് ചോദ്യം ചോദിച്ചു അല്ലേ, ഇതൊക്കെ എന്തിനാണ് നടത്തുന്നത്, ഇത്രയും ചെലവുകളൊക്കെ. കാര്യം കംസന് ഇത് കൊടുക്കണം, എന്നാ പറഞ്ഞ് കപ്പം കൊടുക്കണം, അതായത് നികുതി കൊടുക്കണം. അതുകൂടാതെ ഇനി ഇന്ദ്രനും കൊടുക്കണം. ഇന്ദ്രൻ ഇത് കൊടുത്താലും ഇല്ലേലും ഇന്ദ്രന്റെ ഡ്യൂട്ടിയാണ് ഇതല്ലേ. നമുക്കിപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി, ധനകാര്യമന്ത്രി ഒക്കെ ഉണ്ടല്ലേ, അവര് നമ്മൾ കൈക്കൂലി കൊടുത്താലും ഇല്ല അവര് എന്താണ് പബ്ലിക് സെർവൻ്റ് ആണല്ലേ, അവരവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇന്ദ്രൻ അങ്ങനെ അവൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ എന്ന് ഭഗവാൻ തീർത്തു പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഗോവർദ്ധനമാണ് മഴ തടഞ്ഞു നിർത്തി പെയ്യിക്കുന്നത്. ഇന്ദ്രൻ അതിൻ്റെ അതിദേവത മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഗോവർദ്ധനത്തിന് ഈ സംഭാരങ്ങളെല്ലാം കൊണ്ട് പൂജ നടത്താൻ. ഗോവർദ്ധനത്തിന് പൂജ ചെയ്യാനായിട്ട് പോയ സമയത്ത് ഇന്ദ്രൻ കോപിച്ചു. ഇന്ദ്രനെ സംവർത്തക മേഘങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അതിശക്തമായ മഴ പെയ്ച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാന് എന്താണ് ഗോവർദ്ധനത്തെ കൊട പോലെ എടുത്ത് ചൂടി എല്ലാവരെയും രക്ഷിച്ചു. അങ്ങനെ ഇന്ദ്രൻ പിന്നെ മാപ്പ് പറയാൻ വന്നതും എല്ലാം നമ്മൾ കണ്ടതാണല്ലേ. അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ ദേവന്മാർക്കൊക്കെ ദേഷ്യമാണ്. അപ്പൊ അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാകും. അപ്പോൾ അവർ സന്തുഷ്ടരായെങ്കിൽ മാത്രം നിങ്ങളെ അവർ സന്തുഷ്ടരാകും. തിരിച്ചിങ്ങോട്ട് ചെയ്യും. 'അല്ലേ? 'അങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട്
രണ്ട് കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. നമ്മൾ അങ്ങോട്ടേക്ക് ഒരു സേവ ചെയ്താൽ ഇങ്ങോട്ടേക്കും ചെയ്യും. അതിൻ്റെ പരസ്പര പ്രീണനമാണ്. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും. അത് മാത്രമാണ്. അല്ലെ, കൊടുത്തില്ലെങ്കിൽ തിരിച്ച് പണിയും കിട്ടും. ഇതാണ് അവസ്ഥ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരാണ് ശരിയായിട്ടുള്ള ഭോക്താവ്. അപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു ആരാണ് ഭോക്താവ്. കർമ്മം വിഷ്ണുവിനായിട്ടുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തേക്ക് കൂടുതൽ ബന്ധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള 9ാമത്തെ ശ്ലോകം കണ്ട് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണെന്ന് പറഞ്ഞതാണ് അല്ലേ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നും ബന്ധവിമുക്തനാകാം. ബന്ധവിമുക്തനാകാനായിട്ട് നീ കർമ്മങ്ങളെ വിഷ്ണുവിനായിട്ടുള്ള യജ്ഞമായിട്ട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ശ്ലോകം കണ്ടു അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ എല്ലാം ഭോക്താവ് ആരാണ് എന്നുള്ള പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഏത് ശ്ലോകത്തിൽ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ജ്ഞാനാംബിക മാതാജി മൈക്ക് ഓണാക്കിയിട്ട് പറയും. ഭോക്താര യജ്ഞതപസ്സാണോ? അതെ അതെ, ഭക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാമാം ശാന്തി മൃച്യതേ. അതായത് എല്ലാ ഭോഗങ്ങളുടെയും ഭോക്താവ് ഭഗവാനാണ്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്. ഈ പരമസത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതങ്ങ് ബൈഹാർട്ടാക്കി നമ്മളങ്ങ് പഠിച്ചു വെക്കണം ഈ പരമസത്യം അല്ലേ. സർവലോക മഹേശ്വരനാണ്. അപ്പം മഹേശ്വരനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ നമ്മളിപ്പോൾ കലിയുഗത്തിൽ എന്ത് യജ്ഞമാണ് ചെയ്യേണ്ടത്? നാമസങ്കീർത്തന യജ്ഞം. രാമജപം. ഈ ഭോക്താവിന് അദ്ദേഹത്തിനെയാണ് എല്ലാ വിഭവങ്ങളും. നമ്മൾ ഈ എല്ലാ വിഭവങ്ങളും കൊടുത്താൽ അദ്ദേഹം തൃപ്തനാകണമെന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഭക്തിയും ഭാവവുമാണ് അദ്ദേഹം എടുക്കുന്നത് അല്ലേ. അദ്ദേഹം ദൃഷ്ടികൾ കൊണ്ടാണ്. അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദോജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അദ്ദേഹം പല അംഗങ്ങൾ കൊണ്ട് പല പല ജോലികൾ ചെയ്യും. പല അംഗങ്ങൾ കൊണ്ട് അല്ലെ, കണ്ണുകൾ കൊണ്ട് ദൃഷ്ടികൾ കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഭോഗങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ഭോഗത്തിന്റെ വലിപ്പമോ അതിന്റെ ഇതോ കണ്ടിട്ടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്. അതിൽ എത്രമാത്രം ഭക്തി ചാലിച്ചിട്ടാണ്, എത്ര മസാല ഇട്ടിട്ടൊന്നല്ല നോക്കുന്നത്, നമ്മളുടെ ഭക്തിയും ഭാവവും എന്തുമാത്രം ചാലിച്ചിട്ടുണ്ടാണെന്ന്, അല്ല എത്ര ഉപ്പ് ചേർന്നു എന്നല്ല അദ്ദേഹം നോക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ഭോക്താവിന് എന്താണ്, അദ്ദേഹം സ്തോത്രപ്രിയനായതുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് അദ്ദേഹത്തിനെ സ്തുതിക്കുക, അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ പാടുക. എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു ശ്ലോകം ഉണ്ടായിരുന്നത് ഏതാണ്? മന്മന നാമസങ്കീർത്തനം ഭവമത് ഭക്തവും അദ്വാജീമാൻ നമസ്കുരു എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം ഉണ്ടല്ലോ. മന്മന ഭവമത് ഭക്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം എടുത്തു നോക്കുക. എനിക്ക് തോന്നുന്നു 9ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 9:34 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ശ്ലോകം അതിനകത്ത് എന്താണ്, നീ എൻ്റെ ഭക്തനാകുക, എന്നെ ഭജിക്കുക, എന്നെ പൂജിക്കുക, എന്നെ പ്രണമിക്കുക, എനിക്ക് അർച്ചന ചെയ്യുക. ഇത്രയൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിന്നിൽ സന്തുഷ്ടനാകും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതും ഒരു ശരണാഗതി ശ്ലോകമാണ്. 2 പ്രാവശ്യം ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ചക്രവർത്തി ശ്ലോകം എന്ന് പറയുന്നത്. 18ാമത്തെ അധ്യായത്തിൽ ഈ ശ്ലോകം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ശ്ലോകം. പക്ഷെ അതിന്റെ ലാസ്റ്റ് ലൈൻ മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. ഒരേ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ 2 പ്രാവശ്യം വരുന്നത്. അത് ഈ ശ്ലോകമാണ്. അപ്പം നമ്മൾ മനസ്സിലായി എന്താണ്, ആരാണ് പരമ സുപ്രീം ഭോക്താവ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിനാണ് എല്ലാ വിഭവങ്ങളും, ഈ പ്രകൃതിയിലുള്ള എല്ലാ വിഭവം അദ്ദേഹം സൃഷ്ടിച്ചതാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഭഗവാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, എല്ലാം കൊണ്ടും എന്താണ്, സർവസമ്പന്നനാണ്, സർവ ഐശ്വര്യവാനാണ്, സർവ കീർത്തിമാനാണ്, അതുപോലെ തന്നെ സർവത്യാഗിയാണ്, സർവ യശസ്സുള്ള ആളാണ്, നമുക്ക് പറഞ്ഞ സർവ ബലവാനാണ്, ധനവാനാണ് അല്ലെ. ഏറ്റവും കൂടുതലായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഈ പറയുന്ന 6 കാര്യങ്ങൾ, ഈ ഷഡൈശ്വര്യങ്ങൾ ഏറ്റവും പൂർണ്ണമായിട്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഈ കൊടുക്കുന്ന ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആ കൊടുക്കാനുള്ള നമ്മളുടെ ആ ഒരു ചെറിയ ഒരു കാൽവയ്പ്, അതിനുള്ളിലുള്ള ഒരു ചെറിയ പരിശ്രമം, നമ്മളുടെ ആ ഒരു അതിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ആ പ്രവൃത്തിയിലെ ആ ഒരു ശുദ്ധത, ഇതൊക്കെയാണ് ഭഗവാൻ കാണുന്നത് അല്ലേ.
ഭഗവാൻ മറ്റൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്തോത്രപ്രിയനായതുകൊണ്ട് ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുക. അതായത് ഭഗവാനെ പറ്റി ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും ഭഗവാൻ ഉണ്ടായിരിക്കും. വൈകുണ്ഠത്തിൽ ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം. യോഗികളുടെ ഹൃദയത്തിൽ, യോഗികൾ എന്താണ്? ഭഗവാനെ ഇങ്ങനെ പിടിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക, ധ്യാനിച്ചിട്ടല്ലേ, മറ്റു ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയിട്ട് എന്താണ് ഇങ്ങനെ ഭഗവാനെ പരമാത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിച്ച് ഇങ്ങനെ കൊണ്ടുവരുവാണ്, ഇങ്ങനെ പിടിച്ച് നിർത്തി അല്ലേ. ചിലപ്പം അവിടെ നിന്നും ഭഗവാൻ രക്ഷപ്പെട്ടേക്കാം, വൈകുണ്ഠത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പക്ഷെ ഇങ്ങനെ നമ്മൾ ഭഗവാനെ പറ്റി ഇങ്ങനെ സ്തുതിക്കുന്ന സ്ഥലത്തിൽ ഒരിക്കലും ഭഗവാൻ പോകില്ല, അവിടെ തന്നെ ഇരുന്നത് കേൾക്കും അല്ലേ. അതാണ് ഭഗവാൻ നാരദ മുനിയോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതായിരുന്നു ആ ഒരു ശ്ലോകം ഭാഗവതത്തിലെ? നാഹം വസതി വൈകുണ്ഠേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം എല്ലാ ആചാര്യന്മാരും എപ്പോഴും പറയുന്നതാണല്ലേ. ഞാൻ വൈകുണ്ഠത്തിലൊന്നും അല്ല വസിക്കുന്നതെന്ന് ഭഗവാൻ പറയുകയാണ്. ഞാൻ പക്ഷേ എൻ്റെ ഭക്തന്മാർ എവിടെ എന്നെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെ ഞാൻ ഉറപ്പായും ഉണ്ടായിരിക്കും എന്നൊരു പ്രോമിസ് തരുന്നുണ്ടല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് നമ്മൾ ഈ ഭഗവാനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഇരുന്ന് ഇത് നമ്മൾ പറയുന്നത് ശ്രവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദേവാരാധനയെ പറ്റി ഈ ശ്ലോകത്തിൽ കൂടെ പറയുകയാണ്. ദേവാരാധന ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് വീണ്ടും ഒരു കടക്കണിയിലേക്ക് ആക്കുകയുള്ളൂ അല്ലേ. നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഉടനെ ഒരു വഴിപാട് അങ്ങ് നേരുക ചെയ്യുന്നല്ല. ഉടനെ ഒരു വഴിപാട്, ഇന്ന സ്ഥലത്ത് ഒരു വഴിപാട്. കാരണം നമ്മളെ മനസ്സിനൊരു ആശ്വാസം കിട്ടാനാണ്. പക്ഷെ നമ്മൾ ഈ നിമിഷം മരിച്ചു പോയെങ്കിൽ എന്താണ് ആ വഴിപാട് നടത്താൻ വേറെ ഒരാളോട് പറഞ്ഞു പോലും ഇല്ല, ഒരു ബുക്കിൽ എഴുതിയിട്ട് പോലും ഇല്ല, ഒരു ഡയറിയിൽ പോലും. അത് പിന്നെ കെടായിട്ട് കിടക്കത്തില്ലേ. പിന്നെ എന്താണ്? കെട്ടായി ഇനിയും നാരായണ, അത് കെട്ടായിട്ട് വീണ്ടും കിടക്കും. ഇവിടെ വീണ്ടും കെട്ടിയിടും, ഇവിടെ കൊണ്ടുപോയിട്ട്. ആ വഴിപാട് കഴിക്കാൻ വേണ്ടി പിന്നെ ജനിക്കണ്ടേ? അടുത്ത ഒരു ജന്മത്തിൽ തന്നെ കഴിക്കാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? കാര്യം എത്രയോ കർമ്മഫലങ്ങളുടെ എല്ലാം കൂടെ കൂടി എന്താണ് സഞ്ചിയിലാക്കി തിരിച്ചു തന്നു വിടണ്ടേ. അതെ, 28 നരകങ്ങളിലൊക്കെ കയറി അനുഭവിച്ചിട്ട് ബാക്കി ഒരു സഞ്ചിയിലാക്കി സഞ്ചിത കർമ്മമാക്കി ഇങ്ങോട്ട് തരും അല്ലേ. അത് അനുഭവിക്കാൻ പറ്റിയൊരു ശരീരത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വഴിപാട് ചെയ്യാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. ചിലപ്പോൾ എത്ര ജന്മങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്താനായിട്ടുള്ള വഴിപാട് നമ്മൾ വേണമെങ്കിൽ പോകുമ്പോൾ ഇച്ഛയ്ക്കനുസരിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ നമ്മൾ ചെയ്യുക, നേരാതിരിക്കുക. നേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നടത്താനായിട്ട് നമ്മൾ അടുത്ത സമയത്ത് നിമിഷം നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ദേവന്മാർക്ക് നമ്മൾ വഴിപാട് നേരാതിരിക്കുക. കാര്യം അവരെന്താണ് അത് പ്രതീക്ഷിച്ചിരിക്കും. പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് കോപമായി മാറും, പാപമായി മാറും, തലമുറകൾ ഇരുന്ന് അനുഭവിക്കും. നമ്മളിരുന്ന് നേർന്നിട്ട് പോരുന്നതിൻ്റെ ഇതൊക്കെ ഫലം എന്താണ്? തലമുറകൾ ഇരുന്ന് അനുഭവിക്കേണ്ടി വരും ആ ഒരു കടം, ദേവകടം വീട്ടാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളുടെ മക്കൾക്കൊക്കെ അതിൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ 10 തലമുറകൾ ഇരുന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും കോപിക്കും. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമദിവ്യോത്തമ പുരുഷനെ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? അതെങ്ങനെ ഏതെങ്കിലും വഴിപാടുകളൊക്കെ ചോദിക്കും നമ്മളോട്, വഴിപാട് കഴിക്കണം എന്നൊക്കെ പറയുമോ? എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഏത് ശ്ലോകത്തിലാണ് പറയുന്നത്? ഞാൻ രാധിക മാതാജിയോട് ചോദിച്ചു. ഭക്തിയോടുകൂടി, അല്ലല്ല, പരമഭക്തിയോടുകൂടി. ഞാൻ ചോദിക്കുന്ന ആൾ മാത്രം പറയാം. രാധിക മാതാജി. പരമഭക്തിയോടുകൂടി ഭഗവാൻ. നാമസങ്കീർത്തനം. അല്ല അല്ല ഭക്തിയാണ് ശരിക്ക് വേണ്ടത്. എല്ലാം ഭഗവാനെ സമർപ്പിച്ച് പത്രം 100%. ഹരി ബോൾ 100%. ഹരി ബോൾ. താങ്ക് യു മാതാജി. അപ്പൊ പത്രം, പുഷ്പം, ഫലം, തോയം. ഫലം തോയം. ഭക്തി അതൊക്കെ ശരിയാണ്. മാതാജി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ ജനറലി പറയും ഇതിന്റെ ആൻസർ ഇതാണ്. അദ്ദേഹം ചോദിക്കുന്ന 4 കാര്യങ്ങളേ ഉള്ളൂ. പത്രം, പുഷ്പം, ഫലം, തോയം. എന്താണ് പത്രം? ഇല. പുഷ്പം പൂക്കള്. ഫലം എന്താണ്? പഴങ്ങള്. തോയം എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതിൽ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ എല്ലാമോ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നീ ഭക്തിപൂർവ്വം എനിക്ക് ഞാൻ മല്ലിക മാതാജി പറഞ്ഞ ശരി, നീ ഭക്തി അതിൻ്റെ അകത്ത് ചേർത്തിട്ട് മസാലയ്ക്ക് പകരം നീ അതിൻ്റെ അകത്ത് ഭക്തി ചേർക്കുക. അല്ല, ഭക്തി ചേർത്തിട്ട് മസാല ചേർത്ത കുഴപ്പമില്ല. പക്ഷെ നിന്റെ മനസ്സ് അവിടെ പാചകം ചെയ്യുമ്പോൾ അത് എനിക്കായിട്ട് പാചകം ചെയ്യുന്നതെന്ന് കരുതി
ചെയ്തിട്ട് അത് എനിക്ക് നിവേദിച്ചിട്ട് നീ കഴിക്കൂ. ആ പ്രസാദം കഴിക്കണം. അത് പാപവിമുക്തമായിരിക്കും പ്രസാദം, അല്ലേ? ആ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ അതെ. സർവ്വ പാപകർമ്മങ്ങൾ കലിയുഗത്തിൽ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന പ്രസാദമായിട്ടാണ്, അല്ലേ? കലിയുഗത്തിൽ ഭഗവാൻ കഴിഞ്ഞ ദിവസം ഗുരുപ്രഭു പറഞ്ഞല്ലേ, ഏതെല്ലാം രീതിയിൽ വരുന്നു, അല്ലേ? ശബ്ദരൂപത്തിൽ വന്നു ഹരിനാമ സങ്കീർത്തനായിട്ട്, ഓങ്കാരമായിട്ട്, ജലത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു ഗംഗ യമുനയായിട്ട്, അതുപോലെ തന്നെ നാമത്തിന്റെ രൂപത്തിൽ ഹരിനാമ സങ്കീർത്തനായിട്ട് വന്നു, അതുപോലെ തന്നെ ഗ്രന്ഥരൂപത്തിൽ ഭാഗവതമായിട്ട് വന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടു, അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പം നമ്മൾ ഈ ഒരു കാര്യം, ഈ നാല് കാര്യങ്ങളെങ്കിലും നീ തരൂ, വേറൊന്നും തന്നില്ലെങ്കിലും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ ഇതിൽ ഏത് മാർഗം വേണേലും സ്വീകരിക്കാം. ഭഗവാന് നാമം മാത്രമാണെങ്കിലും മതി, അല്ലെങ്കിൽ കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, പത്രം പുഷ്പം ഫലം തോയം, വെള്ളമെങ്കിലും വെച്ച് ശീലിക്കാൻ ഞാൻ പലപ്പോഴും പറഞ്ഞു. ഭഗവാന് വെള്ളമെങ്കിലും കൊടുത്ത് നിങ്ങൾ ശീലിക്കുക, അല്ലേ എന്ന് പറഞ്ഞിരുന്നു. നല്ല ഒരു ഗ്ലാസിൻ്റെ അകത്തെടുത്ത് നല്ല വെള്ളം കൊടുത്ത് ഒരു തുളസിയില ഇട്ടിട്ട് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അല്ലേ? ബാക്കി ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട ഒരു പഴത്തേലാണ്, അല്ലേ? ഒരു പഴം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഭഗവാന്റെ ഫോട്ടോയുടെ മുൻപിൽ വെച്ചിട്ട് ഒരു തുളസിയില വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക. പിന്നെ കുറച്ചു നേരം വന്ന് കൈ കൊട്ടിയിട്ട് വന്നിട്ട് എടുക്കുക. അത് നമ്മൾ കഴിക്കുക. ആദ്യം തന്നെ അത് കഴിക്കാൻ ശ്രമിക്കുക, മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് മുൻപ്. അങ്ങനെ ശീലിക്കുക. അപ്പോൾ അല്ലാത്തവരൊക്കെ ചോരന്മാരാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ഈ വിഭവങ്ങൾ മുഴുവനും, ഭഗവാന്റെ വിഭവങ്ങൾ മുഴുവനും തന്നെത്താനെ ഭക്ഷിക്കുന്ന ആൾക്കാരെന്താണ്? ചോരന്മാരാണ് എന്ന് നമ്മൾ ഏതോ ഒരു ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. ആരോ അതിൽ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അത് കാരണം അങ്ങനെയുള്ളവർ കള്ളന്മാരാണെന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. ഈ ഭഗവാന്റെ വിഭവങ്ങൾ മുഴുവൻ തന്നെത്താനെ അനുഭവിച്ചിട്ട് ഭഗവാനെ ഓർക്കുകയോ ഒന്നും ചെയ്യാതെ മറന്നു പോയി കളഞ്ഞിട്ട് ഭഗവാനൊന്നും നിവേദിക്കുക പോലും ചെയ്യാതെ കഴിക്കുന്ന ആൾക്കാരെ ചോരന്മാരെന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് ഞാനത് ഓർക്കുമ്പോൾ പറയാം. അപ്പോൾ നമ്മളൊക്കെ എന്താണ്? ചോരന്മാരാണ്. ഭഗവാന്റെ വിഭവങ്ങൾ, കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു വിഭവത്തിന് നമുക്ക് കുറവ് വന്നെങ്കിൽ, ഭഗവാൻ ഈ തരുന്ന വായു, പ്രാണവായു, അല്ലേ? വായു ഇല്ലാതെ വന്ന്, ഹരേ കൃഷ്ണ, വായു ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ഇപ്പോഴും നമ്മൾ വാട്ടർ ബോട്ടിലുമായിട്ട് നടക്കുന്നില്ലേ, ഓക്സിജൻ ബോട്ടിലുമായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഫ്രീ ആയിട്ട് തരുന്നതാണല്ലേ, അതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലോ? ഭഗവാൻ തരുന്ന ഓരോന്നും അമൂല്യങ്ങളാണല്ലേ. അത് നഷ്ടപ്പെടുത്താതെ നോക്കുക. നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് തിരിച്ച് നമുക്ക് പണി തരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇപ്പൊ അടുത്ത 12ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 12. ഇഷ്ടാൻ ഭോഗാൻ ഹി ഓ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർ ദത്താന പ്രദായൈഭ്യോ യോ പുങ്ക്തേ സ്തേന ഏവസ. ഇഷ്ടാൻ ഭോഗാൻ ഹി ഓ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തൈർ ദത്താന പ്രദായൈഭ്യോ യോ പുങ്ക്തേ സ്തേന ഏവസ. ഹരേ കൃഷ്ണ. അത് വായിക്കേണ്ടത് ഇനി വായിക്കാനുള്ള ജ്ഞാനാഭിയ മാതാജി. वो देवा ഓം നമോ ഭഗവതേ വാസുദേവായ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതഃ തൈർദത്താന പ്രദായൈഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഹരേ കൃഷ്ണ. അടുത്തത് പത്മ മാതാജി. हरे कृष्ण. इष्टान भोगान हि वो देवा दास्यन्ते भावित तैर्दत्तान प्रदायैभ्यो यो भुङ्क्ते स्तेन एव सा. ഹരേ കൃഷ്ണ. ശിബി മാതാജി. इष्टान भोगान हि वो देवा दास्यन्ते देवा दास्यन्ते यज्ञभाविता तैर्दत्तान प्रदायैभ्यो यो भुङ्क्ते स्तेन एव सा. ഹരേ ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ പ്രധാനപ്പെട്ട തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ഹി തീർച്ചയായും ദേവന്മാർ യജ്ഞഭാവിത യജ്ഞത്താൽ പ്രീതരായി വാ. നിങ്ങൾക്ക് ഇഷ്ടങ്ങളായ
ഭോഗാൻ ജീവിത സുഖങ്ങളെ ജീവിതാവശ്യങ്ങളെ ദാസ്യന്തി ദാനം ചെയ്യും തൈ അവരാൽ ദത്താൻ ദത്തങ്ങളായവ ഏവ്യ അവർക്ക് അപ്രദായ പ്രദാനം ചെയ്യാതെ യാതൊരുവൻ ഭുങ്ക്തേ ഭുജിക്കുന്നുവോ സ അവൻ സ്ഥേന ഏവ കള്ളൻ തന്നെയാകുന്നു. അതെ, നമ്മൾ ആ ശ്ലോകത്തെ ഇപ്പം വന്നു. ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ശ്ലോകമാണ്. ഹരി ബോൾ, ഹരേ കൃഷ്ണ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാതെ വരുന്നെന്നുള്ള കാര്യം മനസ്സിലായി. ഹരി. അപ്പം വിവർത്തനം ഭാവാർത്ഥം AC ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ജയ ശ്രീല പ്രഭാത്. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. കൃത്യമായിട്ടുള്ള ആ വാക്ക് തന്നെ വന്നു അല്ലേ, ചോരൻ തന്നെയാണ്, കള്ളൻ തന്നെയാണ് ഉള്ളത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ കണ്ടത് ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. അങ്ങനെ ഈ ആഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവർ ചോരൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഓരോരോ ആവശ്യങ്ങള്, നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിപതിയായിട്ട് ദേവന്മാരുണ്ട്. നമ്മളുടെ ഓരോ ദിക്കുകൾക്കും ഉണ്ട് അഷ്ടദിക് പാലകന്മാരുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ തന്നെ ഓരോ ദേവന്മാർ അധിപതിയാണ്. നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഒക്കെ അധിപതിയായിട്ട് തന്നെ പഞ്ചഭൂതങ്ങളുടെ അധിപതിയുണ്ട്, ദിക്കുകളുടെ അധിപതിയുണ്ട്. ഈ ദേവന്മാരെ മറിച്ചിട്ട് നമ്മൾക്ക് ഒരിക്കലും ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലേ. പക്ഷെ ദേവന്മാരുടെ അടുക്കൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പരസ്പര പ്രീണനം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്യും. തിരിച്ച് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് അത് തിരിച്ച് നമുക്ക് ആ ദേവന്മാരോട് നമ്മൾ പ്രത്യുപകാരം ചെയ്തില്ലെങ്കിൽ എന്താണ് അത് നമ്മൾ ചോരനായി മാറുകയാണ്. അതിന്റെ ഫലം തന്ന ആ ദേവന്മാരോട് നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും അല്ലേ. നമുക്കൊരു കാര്യം ചെയ്തു തന്ന ആ ദേവനോട് തിരിച്ച് നമ്മൾ അതിന്റെ നന്ദി കാട്ടിയിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അങ്ങനെയുള്ള അത് മുഴുവൻ ആസ്വദിക്കുന്നവരെ ചോരൻ എന്നാണ് പറയുന്നത്. പാലം കടക്കോളും നാരായണ, പാലം കടന്നാൽ പൂരായണ അല്ലേ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതലും നമ്മുടെ കൂടെയുള്ളത് അല്ലേ. നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. എത്ര കാര്യങ്ങൾ നമുക്ക് നല്ലത് സംഭവിക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന് നമ്മൾ ആരും സ്മരിക്കത്തില്ല. ഒരു താങ്ക്സ് പോലും നമ്മൾ ചെയ്യാണ്ട് മറന്നു. എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ അതെല്ലാം മുഴുവൻ ഭഗവാനിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. ഇത്രയും നാൾ വന്ന് നമുക്ക് സൗഭാഗ്യം, ഇത്രയും നാൾ നമുക്ക് ജോലി നിലനിർത്തി, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വീട്, നല്ലൊരു കുടുംബം, ഇതെല്ലാം ഭഗവാൻ നിലനിർത്തി തന്നു. എന്നിട്ട് നമുക്കൊരു ചെറിയ അസുഖം വരിക, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നഷ്ടമാകുക, ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഭഗവാൻ ഇല്ലാത്ത കുറ്റമൊന്നുമില്ല. അപ്പൊ അത്രയും നാള് ചെയ്തതിനൊന്നും നമ്മളൊരു നന്ദി പോലും പറഞ്ഞില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണെന്ന്. നമ്മളുടെ കർമ്മഫലത്തിന്റെ ഫലമായിട്ട് നമുക്ക് വരുന്ന ചില പൊട്ടലും ചീറ്റുകളും വരുമ്പോൾ നമ്മൾ ഇതെല്ലാം ഭഗവാൻ കാരണമാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലോകത്തില്ലാത്ത ചീത്ത മുഴുവൻ നമ്മൾ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള നമ്മളൊക്കെ ചോരന്മാരാണ്. പാലം കടന്നാൽ കൂരായണ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ ഉള്ളവരല്ലേ. നമ്മൾ പല കാര്യങ്ങൾക്കും താങ്ക്സ് പറയണം. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പല കാര്യങ്ങളും, അതായത് ഓഫീസിൽ എനിക്ക് അറിയും, എന്നാൽ ഞാൻ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്ന ജോലിയാണ്. കാര്യം ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളിൽ ഞാൻ ചെയ്ത ജോലിയൊന്നും അല്ല ഞാൻ പലതും ഇപ്പം ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ ദിവസം ഞാനിങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ മന്ത്രം ജപിക്കാണ്ട് പരമാവധി ഓർക്കാണ്ട് ശ്രമിക്കുന്നു. ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഫോൺ കോൾ കിട്ടി മറന്നു പോകും. ഓഫീസ് സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ യോന്ത പ്രവശ്യം അമവാജീവാം പ്രസൂപ്താം സഞ്ജീവന എത്തിയകില ശക്തിധര സുധാംന അന്യാംശ ഹസ്തകരണ ശ്രവണാത്തുഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് ഞാൻ പരമാവധി ജപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതെന്താണ്, ഇത് ആരോട് പറഞ്ഞു ഈ മന്ത്രം? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഇത് പിന്നീട് പറയുന്നത്. ആവർത്തന വിരസത ഉള്ളവർ ക്ഷമിക്കണം. ഞാൻ അഭയ മാതാജിക്ക് അതിനൊരു താങ്ക്സ്, ഈ മന്ത്രം എന്നെ പഠിപ്പിച്ചതിന്. ഞാനല്ലേ പഠിപ്പിച്ചു.
ഞാൻ പലതവണ അത് ഈ ധ്രുവഭാഗം ഹരിഗോവിന്ദൻ പറയുന്നു. നമ്പൂതിരിയുടെ ക്ലാസ്സിൽ അദ്ദേഹം ഇത് തുടങ്ങുമ്പോഴേ ഈ ഒരു മന്ത്രം ജപിച്ചിട്ടാണ് തുടങ്ങുന്നത് ഭാഗവത്തിന്റെ ക്ലാസ്സുകളിൽ. അപ്പൊ അത് കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര കേട്ടിട്ടും എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പണ്ട് പഠിച്ച ഞാൻ ഈ പലതും കാണാതെ പറയുന്നതൊക്കെ പണ്ട് പഠിച്ചത് കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളെക്കാളും കഷ്ടമാണ്. ഒരു ഒരു സംഭവം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ധ്രുവ മഹാരാജ ഹരി പോൽ പത്മമാതാജിക്ക് ഒരു വലിയ ഹരി പോൽ. ധ്രുവ മഹാരാജാവ് ആരോട് ഭഗവാനെ ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം രാവിലെ ആ എഴുന്നേൽക്കുമ്പോഴേ ഇത് ചൊല്ലി ഒക്കെ ആചാര്യന്മാര് പറഞ്ഞു കേട്ടു. അതെ 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 5 വയസ്സുള്ള കുട്ടി അല്ലേ, 5 വയസ്സുള്ള കുട്ടി എന്താണ് സ്വന്തം അച്ഛന്റെ മടിയിൽ ഇരിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അടുത്ത്. ആരെങ്കിലും അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി പോകുമോ? ഇതൊരു കൊച്ചുകുട്ടിയുടെ ആഗ്രഹം അതാണല്ലേ. അപ്പൊ ആ കൊച്ചുകുട്ടിയുടെ ഭഗവാൻ പിന്നെ ആരെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പരസ്പര പ്രണയത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങനെ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുമോ? അങ്ങനെ ആരുടെയും മുന്നിൽ പോകുന്ന ആളല്ല. ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നും കിട്ടത്തില്ല. അദ്ദേഹം എന്താണ് ഒരാൾ തെറ്റുന്ന പോലെ തെറ്റി തെറ്റി പോകും. നമ്മൾ അങ്ങനെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല. പ്രീണനമൊക്കെ സാധിക്കണേ മഹാദേവന്റെ അടുക്കലോ ദേവിയുടെ അടുക്കലോ ഗണപതിയുടെ അടുക്കലോ സുബ്രഹ്മണ്യന്റെ അടുക്കലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രീണനം കൊണ്ടൊക്കെ നടക്കുമായിരിക്കും. ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രീണനോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും നടക്കുന്നില്ല. പ്യുവർ ഡിവോഷൻ, അതായത് ലവ്, ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഭഗവാന് താല്പര്യമുള്ളൂ. അങ്ങനെയുള്ളവരുടെ അടുക്കലേ അദ്ദേഹം വരികയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ അത് എച്ചിലാണെങ്കിലും എന്താണെങ്കിലും ശബരിമാതാവ്, അതുപോലെ തന്നെ ഭഗവാന്റെ കൂട്ടുകാരനായ എന്താണ് മധുമംഗള്, ഇങ്ങനെയൊക്കെയുള്ളവർ എച്ചിൽ കൊടുത്തതൊക്കെ ഭഗവാൻ എന്താണ് പ്രസാദമായിട്ട് ഭഗവാൻ ഭക്ഷിച്ചു. അതുപോലെ തന്നെ ഈ കുബ്ജയുടെ അടുക്കൽ നിന്ന് ഭഗവാൻ എന്ത് ചെയ്തു? കുറിക്കൂട്ടുകൾ ദേഹത്ത് കംസനും ഉണ്ടാകാനുള്ള അത് ദേഹത്ത് വാരി തേച്ച് അത് ഭഗവാൻ അത് പ്രസാദാക്കി അല്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹം അല്ലേ. അപ്പം പിന്നെ എന്താണ് ആ ഒരു ഗുരു പ്രോമിസ് ചെയ്തു അല്ലേ, നാരദ മുനിയുടെ ആ ഒരു ആ ഒരു ആ ഉപദേശം. വാക്ക് പാലിക്കുക അല്ലേ. ഭക്തനാണ് നാരദമുനി. നാരദമുനി ആരെ കൊടുത്തു? മന്ത്രത്തിൽ കൂടെ ഭഗവാനെ കൊടുത്തു ഈ കൊച്ചുകുട്ടിക്ക്. ഏത് മന്ത്രമായിരുന്നു? ആ ദ്വാദശ അക്ഷരി മന്ത്രം ഏതായിരുന്നു? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രത്തിൽ കൂടി ഭഗവാനെ കൊടുത്തു ആ കുട്ടിക്ക്. അപ്പൊ പിന്നെ ഭഗവാൻ വരാതിരിക്കാണ്ട് പറ്റുമോ? അങ്ങനെ ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ കുട്ടി പറഞ്ഞു, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാള് ഞാൻ പ്രാർത്ഥിച്ചത്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അങ്ങേ കണ്ടപ്പോൾ അതെല്ലാം തന്നെ മറന്നുപോയി. ഞാൻ വെറും കുപ്പിച്ചിലിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ഇതെന്താണ്? സാക്ഷാൽ ഡയമണ്ട് ആണ് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് അല്ലേ. നമ്മൾ ആ സാക്ഷാൽ ഡയമണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഡയമണ്ടിനെ നമ്മൾ കാണാതെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി പറയുന്നതാണ് ഭഗവാനോട്, അതായത് നീയോ അന്തഃപ്രവിശ്യ, നീ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട്, യോ അന്തഃപ്രവിശ്യ മമ വാചാം പ്രസുദ്ധ, എൻ്റെ വാക്കുകളെ നീ തന്നെ പറയണം. കാര്യം ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എനിക്ക് അറിയോ എന്താ പറയണ്ടേ, നിന്നെ എങ്ങനെയാ സ്തുതിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് നീ തന്നെ എൻ്റെ അന്തരങ്ങളിൽ കയറിയിരുന്ന് നീ തന്നെ നിന്നോടുള്ള സ്തുതി നീ തന്നെ പറയിക്കണം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് നീ തന്നെ പറയിക്കണം. എൻ്റെ നാവിൽ കൂടെ വരുന്നതെല്ലാം നീ തന്നെ പറയുന്നതായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ചെല്ലുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പണികളൊക്കെ തന്നെ എന്താ മാതാജി? ഹരേ കൃഷ്ണ, അതൊന്നുകൂടെ ഒന്ന് പറയാമോ? യോ അന്തഃപ്രവിശ്യ മമ വാച ഇമാം പ്രസൂപ്താം സഞ്ജീവന എത്യഖില ശക്തിധര സ്വധാംന. നാളെ അത് ഗ്രൂപ്പിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഞാനത് 3-4 പ്രാവശ്യം ഷെയർ ചെയ്താണ്, ഒന്നുകൂടെ ഷെയർ ചെയ്തേക്കാം. അന്യാംശ്ച ഹസ്തചരണ ശ്രവണാത്തുഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന അപ്പൊ ഈ ഒരു ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്ന? ഭഗവാനാണ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അല്ലേ, നമ്മളല്ല. ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോന്നും ഭഗവാന്റെ വാണികളാകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനാണ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാര്യം നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലേ. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചു. അതാണ് നമ്മൾ ഈ മന്ത്രത്തിൽ കൂടെ കാണുന്നത്. അപ്പൊ ഈ മന്ത്രം ചൊല്ലിയിട്ട് ഞാൻ അവിടെ ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കറിയാം എനിക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും ഒരിക്കലും എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എവിടുന്നോ അദൃശ്യ കരങ്ങൾ വന്നിട്ട് അതിൻ്റെ ഒരു ഉത്തരം, അതായത് ഞാനിങ്ങനെ കുലങ്കഷായിട്ട് തലയെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് ആഘോഷിക്കുന്ന മൗസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്നു, കിട്ടുന്നില്ല, ആൻസർ കിട്ടുന്നില്ല. ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നത് എന്ത് ചെയ്യും? അതപ്പോഴത്തേനും ഉടനെ അടുത്ത ഫോൺ കോൾ വന്നത് ഡിഡ് യു ഫിനിഷ് ഇറ്റ് എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആണ് ആയിട്ടൊരു കാര്യം. നമുക്ക് അറിയാം മഴവെള്ളം ഇവിടെ എത്ര മഴ വരും, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്,
അതിന് വേണ്ടിയിട്ടൊരു മഴവെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു ഒരു ഇത് സൃഷ്ടിക്കണം. എന്നാൽ ഒരു റിസർവോയർ അതിൻ്റെ അതിനൂടെ ഒരു ചാനൽ ഉണ്ടാക്കണം, അതിന് ഡിസൈൻ ചെയ്യണം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അത് പക്ഷെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ, ഞാനാണ് അതിൻ്റെ ഇൻചാർജ് എഞ്ചിനീയർ. പക്ഷെ എനിക്ക് അറിയത്തില്ല ഞാനിത് എങ്ങനെ ചെയ്യും, എൻ്റെ ഭഗവാനെ എനിക്കറിയില്ലല്ലോ. എത്ര മഴ പെയ്യും മരുഭൂമിയിൽ, എത്ര പെയ്യുന്നുള്ള എനിക്കറിയത്തില്ല. അപ്പം ഈ ഭാഗത്ത് എത്ര വെള്ളം വീഴും, എത്ര 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 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇവിടെ വരും, എത്ര ഫ്ലഡിങ് ആണ് അക്സെപ്റ്റബിൾ, ഒരു റോഡിൽ എത്ര ശതമാനം വെള്ളം പൊങ്ങും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതിൻ്റെ അക്സെപ്റ്റബിൾ ആയിട്ടില്ല. 10 സെൻറ്റിമീറ്ററോളം പൊങ്ങാം നമ്മൾ നോർമലി പറയുമ്പോൾ. പക്ഷെ ഇതിൻ്റെ റെഫറൻസ് എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അതൊന്നും അറിയില്ല. സമയം കുറവാണ്, ഒരു ഹാഫ് ഡേ ഉണ്ട്. അതിനുള്ളിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടാക്കണം. കാൽക്കുലേഷൻ ഉണ്ടായിട്ട് അയക്കണം. അപ്പം അങ്ങനെ നിരീക്ഷിച്ചിട്ട് ഒന്നും ഒരു വഴിയില്ല. അത് കഴിഞ്ഞിട്ട് പല വെബ്സൈറ്റുകളായിട്ട് സെർച്ച് ചെയ്ത് പലതുകൂടെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു കാൽക്കുലേഷൻ അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭഗവാന്റെ കയ്യിലിരിക്കുകയാണ് അത് ശരിയാണോ എന്ന്. പക്ഷെ അത് വായിച്ചു നോക്കിയ വേറെ 2-3 പേരൊക്കെ അത് ഇമെയിൽ CC ഉള്ളവരൊക്കെ പറഞ്ഞു പെർഫെക്റ്റ് എന്ന് എന്നോട് പറഞ്ഞു. ഇനി അത് ഫൈനലി അവിടുന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ അത് ശരിയാണോ ഇല്ലെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് പോലും അറിയില്ല എങ്ങനെയാണ് ഭഗവാൻ വന്ന് ആ ഒരു ഭഗവാന്റെ കരസ്പർശം ഉണ്ടാകുന്നത്. ഒരിക്കലും ഞാൻ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ വിവരം ബുദ്ധിയും വെച്ചിട്ട് ഇങ്ങനെ എനിക്കറിയാൻ വയ്യാത്ത ഫീൽഡാണ്, ഞാൻ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പം എന്നോടൊരു റോക്കറ്റ് പറപ്പിക്കാനുള്ള അതിൻ്റെ ക്രയോജനിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ തലകുത്തി നിന്ന് തപസ് ചെയ്ത് ധ്രുവം ചെയ്തതിന് അപ്പുറം തപസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംതിങ് ഡിഫറെൻ്റ് ഒരു കേസാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഭഗവാന്റെ കരങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എപ്പോഴും കൃഷ്ണാനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളാരും അത് മനസ്സിലാകുന്നുമില്ല, അറിയുന്നുമില്ല. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഓരോ പ്രാവശ്യം ശ്വസിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും നമ്മൾ എണീറ്റ് നടക്കാനുണ്ട് നമുക്ക് കെൽപ്പ് വരുമ്പോഴെല്ലാം ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ വടിയില്ലാതെ പരസഹായം ഇല്ലാതെ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി അദ്ദേഹത്തിന് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നമ്മൾ, അല്ലേ? നമ്മളത് മറന്നു പോകുന്നുണ്ട്. വന്ന വഴി നമ്മൾ കഴിഞ്ഞ ദിവസം രാമായണത്തിൽ കണ്ട പോലെ സമ്പാദിയുടെ വാക്യത്തിൽ നമ്മൾ കണ്ടു. അതിൽ കയറി ഇവരൊക്കെ പറയല്ലേ, നാരായണ സ്വാമി ഒഴിഞ്ഞ് മറ്റേ അന്യനെ ഞാൻ ഭജിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിജ്ഞ ചെയ്തു അല്ലേ? ആ ഒരു പ്രതിജ്ഞ ചെയ്ത് നമ്മൾ മറന്നു പോയത് കൊണ്ടാണ് നമ്മളിപ്പോഴും ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ കാര്യമില്ലേ? അപ്പം നമ്മൾ ആ വന്ന വഴി മറക്കാതെ ശരിക്കും ആ വന്ന വഴിയെ തന്നെ ആ റൂട്ടിൽ ആചാര്യന്മാർ തെളിച്ചു തരുന്ന ആ വഴി കൂടെ ടോർച്ച് അടിച്ചു തരുന്ന വഴികൾ കൂടി ആ പരമസത്യം മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ? നമ്മൾ ഓരോ വഴിയും മുന്നോട്ട് വെക്കണം, അല്ലാതെ പുറകോട്ടല്ല പോകേണ്ടത്. ചിലരൊക്കെ ഉണ്ട് പലരും ഇപ്പൊ സത്സംഗത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നവർ കുറഞ്ഞു വന്ന അവസാനം ഞാൻ തന്നെ ആകുമെന്ന് എനിക്ക് ഒരു പേടിയുണ്ട് അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് അല്ലേ? ആൾക്കാരിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവര് വേറെ 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 ടേസ്റ്റ്, നമ്മളിത് ഹയർ ടേസ്റ്റ് ഇവിടെ കിടക്കുമ്പോൾ ലോവർ ടേസ്റ്റ് നോക്കിയിട്ട് അവർ പോവാണ്, ഇന്ദ്രിയങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ടല്ലേ? അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏത് സത്സംഗങ്ങളിലും കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നിദ്രാദേവി ഭഗവത്ഗീത ഒക്കെ ക്ലാസ് ഇരിക്കുമ്പോൾ ഉറങ്ങുന്നവരുടെ അടുക്ക നിദ്രാദേവി വന്നിട്ട് അവരുടെ അവിടെ കുടിയിരിക്കുന്നത് പോലെ നമ്മളെ മായാദേവി വന്നിട്ട് നമ്മളെ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ രീതിയിലും ഏതെങ്കിലും രീതിയിൽ ഒരു ദിവസം അങ്ങ് മുടക്കി തരണം. ആ ഒരു കാരണം ഈ ഒരു കാരണം പറഞ്ഞിട്ട് മായാദേവി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മായയ്ക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. എതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആകെപ്പാടെ ഒരേ ഒരു കാര്യമുള്ളൂ, എല്ലാ ദിവസവും സത്സംഗത്തിൽ കയറണം. സത്സംഗത്തിൽ കയറിയാൽ മാത്രമേ പോഷണം കിട്ടുകയുള്ളൂ, ന്യൂട്രിയൻസ്. ആ ഒരു പ്രോട്ടീൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ? നമുക്ക് ഗ്രഹിണി ബാധിച്ച മാതിരിയാകും. എത്ര കഴിച്ചു കഴിഞ്ഞാലും പോഷണമില്ല. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സത്സംഗങ്ങളിൽ തുടർച്ചയായിട്ട് കയറിയാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രേരണ, ഇൻഡക്ഷൻ കിട്ടുകയുള്ളൂ. ഓരോ സമയത്തും ഭഗവാനെ പറ്റി ഓർക്കാനായിട്ട് പ്രേരണ. അല്ലെങ്കിൽ മായ ഭയങ്കര ശക്തിമതിയാണല്ലേ?
ഭയങ്കര ഏതൊക്കെ രീതിയിൽ അതെ നമ്മളെ വന്ന് ചില അസുഖങ്ങളുടെ രൂപത്തിൽ, ഭർത്താവിൻ്റെ രൂപത്തിൽ, ഭാര്യയുടെ രൂപത്തിൽ, മക്കളുടെ രൂപത്തിൽ, അതുപോലെ തന്നെ അടുത്തുള്ള അയൽവാസിയുടെ രൂപത്തിൽ, ആരുടെയൊക്കെ രൂപത്തിൽ, ചിലപ്പോൾ ചില ഡിവോട്ടീസ് ആണെന്നുള്ള കരുതി നമ്മൾ ചിലരെ വിശ്വസിക്കുക, അവരുടെ രൂപത്തിൽ മായ നമ്മുടെ അടുത്തെത്തും. കണ്ടു കഴിഞ്ഞാൽ ഭക്തന്മാരാണെന്ന് തോന്നും, കൃഷ്ണഭക്തരാണെന്ന് തോന്നും, പക്ഷെ അവർ നമ്മളെ നേരെ ഡൈവേർട്ട് ചെയ്യും. അങ്ങനെ കൃഷ്ണഭക്തരുടെ രൂപത്തിൽ വരെ മായ എത്തുന്നുണ്ടല്ലേ, ഇംപ്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസ് അല്ലേ, അവർ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വഴി തിരിച്ച്. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു 150 പേരുള്ള സത്സംഗത്തിൽ വെറും 3-4 പേരാക്കി മാറ്റി, ഇതുപോലെ 1-2 ഡിവോട്ടീസ് വിചാരിച്ചിട്ട് അല്ലേ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു സത്സംഗത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അത്രയ്ക്ക് പവർഫുള്ളാണ് മായ. അതിൽ നിന്ന് വിട്ടുപോയവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അജാമിളനൊക്കെ അവസാനം ഒരു എന്താണ് അജ്ഞാത സുകൃതി ഉണ്ടായി, അതുപോലെ എല്ലാവർക്കും അജ്ഞാത സുകൃതി ഉണ്ടാകണമെന്നൊന്നും ഇല്ല. ഭഗവാൻ അങ്ങനെ അജാമിളൻ എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് മുൻപിൽ ഇട്ട് തന്നു, ഭഗവാന്റെ നാമമഹിമ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അന്ന് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു അത്രയും നാൾ ചെയ്ത ഫിക്സഡ് ഡിപ്പോസിറ്റിൽ കിടക്കുമെങ്കിലും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും, സത്സംഗത്തിൽ നിന്ന് വിട്ടുപോയവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം നമുക്ക് ആരാണ് വായിക്കാൻ പറ്റുന്നത്? ഇനി വായിക്കാത്ത ആരാണുള്ളത്? നമ്മളുടെ ഈ അർജുൻ അല്ലാതെ ശാന്തകുമാരി മാതാജി. ശാന്തകുമാരി മാതാജി ഇല്ല. എന്നാൽ ഇനി വായിക്കുന്ന ഗീതാ മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ജയ് ശ്രീലപ്രഭു. ഭാവാർത്ഥം: മനുഷ്യർക്ക് വിഭവങ്ങൾ യുക്തം പോലെ വിതരണം ചെയ്യാൻ ഭഗവാൻ വിഷ്ണുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. ഇപ്രകാരമുള്ള യജ്ഞങ്ങളാൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിവിധ ദേവന്മാർക്ക് അനുയോജ്യങ്ങളായി വെവ്വേറെ യജ്ഞങ്ങളുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നു. ആത്യന്തികമായി അതെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നവ തന്നെ. ഭഗവാന്റെ മഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. അനുഷ്ഠിക്കുന്നവരുടെ ഭൗതികമായ സ്വഭാവ വിശേഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേദങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ദേവന്മാരുടെ പൂജകളും പൂജകരുടെ വിവിധ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് നിർവഹിക്കപ്പെടുന്നു. ഉദാഹരണമായി മാംസഭുക്കുകൾ ഭൗതിക പ്രകൃതിയുടെ രൗദ്രഭാവത്തിന്റെ മൂർത്തീകരണമായ കാളിയെയാണ് പൂജിക്കേണ്ടത്. ദേവിയുടെ മുൻപിൽ ജന്തുബലി ചെയ്യാമെന്ന് വിധിയുണ്ട്. സാത്വിക ഗുണമുള്ളവർക്ക് ദിവ്യമായ വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. അന്ത്യവിശകലനത്തിൽ എല്ലാ യജ്ഞങ്ങളും അതീന്ദ്രിയ ഭാവത്തിലേക്ക് ക്രമേണ ഉയർത്തുവാനുള്ളവ തന്നെ. സാധാരണ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന യജ്ഞങ്ങളെങ്കിലും ഒഴിച്ചുകൂടാത്തവയാണ്. മനുഷ്യവർഗത്തിന്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും ഭഗവാന്റെ കിങ്കരരായ ദേവന്മാരാണ് നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ആർക്കും ഒന്നും നിർമ്മിക്കാൻ കഴിയില്ല. ഉദാഹരണമായി ഭക്ഷ്യപദാർത്ഥങ്ങളെ എടുക്കുക. സാത്വികന്മാർക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, പഞ്ചസാര എന്നീ ബുക്കുകൾക്ക് ആവശ്യമുള്ള മാംസാദികളും മനുഷ്യന് ഉണ്ടാക്കാൻ സാധിക്കുന്നവയല്ല. ജീവിതത്തിന് അത്യാവശ്യങ്ങളായ ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയും അങ്ങനെ മനുഷ്യന് ഇവ ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. സൂര്യപ്രകാശവും നിലാവും മഴയും ഭഗവത് പ്രസാദം കൊണ്ട് ലഭിക്കുന്നവയാണ്. ഇതൊന്നുമില്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മുടെ ജീവിതം ഈശ്വരദത്തങ്ങളായവയെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യനിർമ്മിതങ്ങളായ ഉപകരണങ്ങൾക്കും ലോഹങ്ങൾ, ഗന്ധകം, രസം, മാംഗനീസ് എന്നിങ്ങനെയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ പലതും ആവശ്യമാണ്. നാം ഇവയെല്ലാം വേണ്ടും വിധം ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ആവശ്യമായ കരുത്തും ആരോഗ്യവും നിലനിർത്തേണ്ടതാണ്. ആ വഴിക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ഭൗതിക ജീവിത മോചനം നേടുക. ഇത് ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവത് കിങ്കരന്മാർ തന്നിരിക്കുന്ന പദാർത്ഥങ്ങളാണിവയെല്ലാം. യജ്ഞം കൊണ്ട് ഈ ജീവിതോദ്ദേശം നിറവേറുന്നു. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് കിട്ടും. ജീവിതത്തിൽ തനതായൊരു ലക്ഷ്യവും ഇല്ലാത്തതുകൊണ്ട് ചോരന്മാരുടെ സമൂഹത്തിന് ഒരിക്കലും സന്തുഷ്ടമാകാൻ കഴിയില്ല. ഭൗതികതാവാദികളായ ഇത്തരം കള്ളന്മാർക്ക് ആത്യന്തികമായൊരു ലക്ഷ്യവുമില്ല.
സുഖഭോഗേച്ഛ മാത്രമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. യജ്ഞം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ചൈതന്യ മഹാപ്രഭു ആവിഷ്കരിച്ച ഏറ്റവും നിഷ്പ്രയാസമായ ഒരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും അത് അനുഷ്ഠിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റിയ ഒരേ ഒരു യജ്ഞമാണ് സങ്കീർത്തന യജ്ഞം. സങ്കീർത്തന യജ്ഞം കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും ഈ സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കാൻ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ സംഘം ചേർന്ന് ചെയ്യുന്ന കീർത്തനം അല്ലേ. അപ്പോൾ അതാണ് ഈ ഗ്രൂപ്പ് ചാൻറ്റിങ്ങിലൊക്കെ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ അല്ലേ. നമുക്കിപ്പോൾ നാട്ടിലിരുന്ന് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലൊക്കെ തന്നെ ചില അവസരങ്ങളിലൊക്കെ ഇപ്പം ജന്മാഷ്ടമിക്കല്ല എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാൻറ്റിങ്ങിൽ ഇപ്പം വളരെ എളുപ്പമാണല്ലോ, നമ്മുടെ ഗൂഗിൾ മീറ്റിലൊക്കെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ടിരുന്ന് നമ്മൾ പറയുന്ന ആൾക്കാരോടൊക്കെ കയറാൻ വരിക. അവർക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു ചാൻറ്റിങ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്ന് ചെയ്യുക. അപ്പം സംഘം ചേർന്ന് ചെയ്യുന്ന കീർത്തനങ്ങൾ സങ്കീർത്തനത്തിന് പവർ കൂടുതലാണ് അല്ലേ. നാമസങ്കീർത്തന യജ്ഞമാണ് നമ്മൾക്കിപ്പം അനുഷ്ഠിക്കാനായിട്ടുള്ള ഏറ്റവും കലിയുഗത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ദേവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജന്തുബലി അങ്ങനെ പല കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. അതായത് മാംസം ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാളി ദേവിക്ക് ആ ജന്തുവിനെ ബലി കൊടുത്തിട്ട് അങ്ങനെ ഒരു വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നിഷ്കർഷിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ വിവിധ ദേവന്മാരുടെ പൂജകളും അവരുടെ സ്വഭാവ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ട് നിർവചിക്കപ്പെടുന്നു. അങ്ങനെ ഇപ്പൊ കാളി ദേവിയുടെ ജന്തുബലി വിധിയുണ്ട്. സാത്വിക ഗുണമുള്ളവർക്ക് വിഷ്ണു പൂജയാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സത്വഗുണത്തിൽ പോകുന്നവർക്ക് വിഷ്ണു പൂജയാണ് നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ളത്, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അപ്പം മനുഷ്യവർഗത്തിന്റെ എല്ലാ അത്യാവശ്യ വിഭവങ്ങളും നമുക്ക് നൽകുന്നത് ഈ ഓരോരോ വിഭാഗങ്ങളിൽപ്പെട്ട ദേവന്മാരാണ്. പ്രധാനമന്ത്രിയായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടെങ്കിലും മറ്റുള്ള ദേവന്മാരാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. അവരുടെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പെട്ടതാണ് അല്ലേ. നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും, ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവനുണ്ട്, ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും ദേവനുണ്ട്. അങ്ങനെ പ്രജാപതി നമ്മളുടെ ഒരു കർമ്മേന്ദ്രിയത്തിന്റെ ദേവതയാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന കണ്ണുകളിൽ രുദ്രനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതുണ്ട്. കാര്യം ഗുരുപ്രഭു എപ്പോഴും പറയുന്നതാണ്, ഞാൻ നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയില്ല. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതകളുണ്ടല്ലേ. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ഇഷ്ടാനുസരണം ചൂട്, വെളിച്ചം, വെള്ളം, വായു എന്നിവയൊക്കെ തരുന്നു. ഇതൊന്നും മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, ഇതെല്ലാം ഈ ദേവന്മാരാണ് തരുന്നത്. അപ്പം ഇതൊക്കെ കൂടാതെ ആർക്കും നമുക്ക് കഴിഞ്ഞുകൂടാനായിട്ട് പറ്റുകയില്ല. ഈ സംഭവങ്ങളെല്ലാം തന്നെ വിഭവങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഈ യജ്ഞം കൊണ്ട് ജീവിതോപദേശമൊക്കെ നിറവേറുന്നു. അപ്പം മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഭഗവത് കിങ്കരന്മാരാൽ ദത്തമായ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സ്രഷ്ടാവ് ഉദ്ദേശിച്ചിട്ടില്ലാത്ത വിധം ഭൗതികമായ അസ്തിത്വത്തിൽ അധികം കുടുങ്ങിപ്പോവുകയാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തന്ന ദേവതകളെയോ സ്മരിക്കുകയില്ല. അതിൻ്റെ ശരിയുള്ള ഉറവിടം, അതായത് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ചെയ്തു തന്ന മന്ത്രിമാര് നമുക്കൊരു പ്രത്യേക ഒരു നിവേദനം ഉണ്ടായിരുന്നു. നമ്മൾ ആ നിവേദനം സാങ്ഷൻ ആക്കി കഴിഞ്ഞ് നമ്മുടെ ഒരു ലോക്കൽ നേതാവാണ് അതിന് വേണ്ടിയിട്ട് പോയത്. അത് കഴിഞ്ഞാൽ ലോക്കൽ നേതാവ് മന്ത്രിയാണ് അത് സൈൻ ചെയ്ത് അതിന് ഫൈനൽ അപ്രൂവൽ കിട്ടിയ പ്രധാനമന്ത്രിയാണ്. അപ്പം നമ്മളിത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാലത്തിന് വേണ്ടിയുള്ള നിവേദനമാണെന്ന് വിചാരിച്ചു, നമ്മൾ പാലമൊക്കെ കടന്നു, പാലം നല്ലതായിട്ട് ഭംഗിയായിട്ട് വണ്ടിയെല്ലാം ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മന്ത്രിയെയും അതുപോലെ തന്നെ അതിന് ഫൈനൽ സാങ്ഷൻ ചെയ്ത പ്രധാനമന്ത്രിയെയും മറന്നുപോയി. അപ്പോൾ ഈ മന്ത്രി ഇവിടെ ആരാണ്? ദേവന്മാര്. പ്രധാനമന്ത്രി ആരാണ്? ഭഗവാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ ചോരന്മാരാണ്. അപ്പോൾ ചോരന്മാരുടെ ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഭഗവാനിൽ നിന്നുള്ള വിഭവങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിനെല്ലാം നന്ദിയുള്ളവരായിരിക്കണം. അല്ലാത്ത ആൾക്കാരൊക്കെ ചോരന്മാരാണ്. ഈ ചോരന്മാരെ നമുക്കറിയാം, ഒരു വലിയ ചോരൻ ഉണ്ട് നമ്മുടെ അടുക്കൽ അല്ലേ. നമുക്കറിയാവുന്നൊരു ചോരനുണ്ട്. അതാരാണ്? അങ്ങനെ ആ ചോരനെ പറ്റി ഒരു അഷ്ടകം കൂടിയുണ്ട്. ആർക്കാ പറയാൻ പറ്റുന്നത്? ചൗരാഷ്ടകം. ഹരിബോൾ. അപ്പം അങ്ങനെ നമ്മളപ്പം ചോരനാകാതെ ഇരിക്കുക. ആ വലിയ ചോരന്റെ അടുക്കൽ നമ്മൾ ആരും ഒന്നുമല്ല അല്ലേ.
അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ പറയുന്ന ഇതൊന്നും നമുക്ക് നടക്കില്ല എന്നുള്ളത് വളരെ ഇതാണ്. പ്രഭു ഇന്ന് ഗുരുപ്രഭുവിൻ്റെ രാവിലത്തെ ഭാഗവതം ക്ലാസ്സിൽ ഞാനൊരു സ്റ്റോറി കേട്ടിരുന്നു. ആരുടെയോ റിയൽ സ്റ്റോറി, ആരാണെന്ന് അറിയില്ല. ഒരു വൈഷ്ണവൻ ഇതുപോലെ തന്നെ അദ്ദേഹം ഗൾഫിലൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റ് കുറച്ച് പൈസ എല്ലാം കിട്ടി. അപ്പോൾ അതുകൊണ്ട് വൃന്ദാവന ധാമിൽ സ്ഥലമൊക്കെ വാങ്ങിച്ചു. സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ വീടൊക്കെ കിട്ടി. അവിടെ താമസമൊക്കെയാണ്. അവിടെ താമസം എല്ലാം തുടങ്ങി. അപ്പോൾ അദ്ദേഹം കുറച്ച് എന്താണ് ഷോ ഓഫ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ആരെയോടെങ്കിലും പറയും ഞാൻ വൃന്ദാവനത്തിൽ വീട് വെച്ചിരിക്കാം, മാതാജിമാരെ നിങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വരുമ്പം ബാ എൻ്റെ അടുക്ക വന്നു കുറേ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യും. ഗ്രൂപ്പുകളിലെല്ലാം ദാ ജ്ഞാനാംബിക മാതാജി ദാ എൻ്റെ വീട്ടിൽ വന്നു, ഞങ്ങളിവിടെ സത്സംഗം കൂടി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഞാൻ സെൽഫിയൊക്കെ എടുത്ത് അവിടെ ഇട്ടു. അങ്ങനെയൊക്കെ ഇട്ട് എന്ത് ചെയ്തു? അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? വൃന്ദാവനത്തിൽ കിടന്ന് ജീവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുമെന്നുള്ള ആചാര്യന്മാർ പറഞ്ഞു കേട്ട ആ ഒരു ഇതാണ് അല്ലേ. വൃന്ദാവന ധാമത്തിൽ കിടന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അല്ലേ. പക്ഷേ വൃന്ദാവനത്തിലാണ് താമസിക്കുന്നെങ്കിലും നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉള്ളിരിപ്പ് അല്ലേ. കൂടുതലും ഭൗതിക ഭോഗങ്ങളെ പ്രശസ്തി, അത് രജോ ഗുണം ഇങ്ങനെ കൂടുതലാണ്. രജോ ഗുണം കൂടുതലായതുകൊണ്ട് മറ്റുള്ള പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയ, അതിലുള്ള പ്രശസ്തി, അതുപോലെ തന്നെ കുറേയൊക്കെ ഈഗോ, ഇതൊന്നും വെടിയാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴത്തേന് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വാർദ്ധക്യമൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു? ഭഗവാൻ അല്ല നല്ലൊരു പണി കൊടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു? വൃന്ദാവനധാമത്തിൽ കിടന്ന് മരിക്കണമെന്നല്ല ആഗ്രഹിച്ചു, നേരെ അങ്ങോട്ടിലൂടെ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ സമയത്ത് ഒരു കരൾവീക്ക രോഗം, ലിവർ സീറോസിസ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തു. ലിവർ സിറോസിസ് ഇട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അവിടെ എങ്ങനെ നല്ല ഹോസ്പിറ്റൽ. നമ്മൾ വൃന്ദാവനത്തിൽ എത്ര പേര് നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്? ഞാൻ അവിടെ എങ്ങും ഒരു ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. 3 പ്രാവശ്യം പോയിട്ട് അവിടെയൊന്നും ആർക്കും അസുഖങ്ങളൊന്നും വരില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ളവരൊക്കെ ചികിത്സിക്കും. രാധികാ മാതാജി കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇല്ല പ്രഭു, ഹരേ കൃഷ്ണ. ഒറ്റ ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഒത്തിരി നാള് പോയിട്ടും. അപ്പം ചിലപ്പോൾ ആഗ്രയിലോ മധുരയിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകാം, എവിടെയെങ്കിലും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അവിടെയൊന്നും. അപ്പോൾ ഇദ്ദേഹത്തിന് ഡൽഹിയിലുള്ള ആശുപത്രിയിലേക്ക് പോയി. അങ്ങനെ നഗരങ്ങളിൽ വെച്ച് രാപാർത്ത് അവിടെ നിന്ന് ജീവനും പോയി. മനസ്സിലായി? വൃന്ദാവന ധാമിലിരുന്ന്. അപ്പം ഭഗവാൻ എന്താണ് ഇതിലൊക്കെ വലിയ പുള്ളിയാണല്ലേ. നമ്മൾ വൃന്ദാവന ധാമിലാണ് ശയിക്കുന്നെങ്കിലും അവിടെ ഉള്ള ഭാവം നമുക്കുണ്ടായിരിക്കണം. അവിടെ നമ്മളുടെ ഭാവവും ഭക്തി, നമ്മൾ ആ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കണം അല്ലേ. രാധാറാണി അതുപോലെ ഗോപികമാരൊക്കെ നടന്ന് പോയ വഴികളാണ്. ആ വഴികളിലൂടെ നമ്മൾ പോയി നമ്മൾ അവിടുത്തെ ഗോപിക ഭാവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ താമസിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഉടലോട് പോകുമെന്ന് വിചാരിക്കുന്നത് വെറും ശുദ്ധ അസംബന്ധമാണ്. നമുക്ക് ഇതേപോലെ തന്നെ വൃന്ദാവനം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നോ, നമ്മളുടെ കേരളത്തിലുള്ള കൊച്ചു വീട്ടിലിരുന്നോ, കുടിലിരുന്നോ ഇതേ വൃന്ദാവനം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും നമ്മളുടെ മനസ്സിൽ അല്ലേ. ഇതേ വൃന്ദാവനം സൃഷ്ടിക്കാൻ പറ്റും. നമ്മൾ അതേ വൃന്ദാവനത്തിൽ പോയിരുന്നിട്ട് നമ്മളുടെ ഭാവം വേറെ സ്ഥലത്താണെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് ഗോലോകത്തിലേക്ക് നേരിട്ട് എന്താ പറയുന്നത് ലിഫ്റ്റ് അല്ലെ ഫ്ലൈറ്റ് വരില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാലും അതേ വൃന്ദാവനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ് പ്രഭുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. ഞാൻ ഇന്ന് കയറിയ സമയത്ത് രാവിലെ ഭാഗവതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ചോരൻ എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനൊന്നും അല്ല. ആ ചോരൻ സർവസ്യ ചൗര ഹൃദയം എന്നാണ്, എല്ലാവരുടെയും ഹൃദയം കവരുന്ന ഒരു ചോരനാണ്. വ്രജേ പ്രതിഷ്ഠ പ്രസിദ്ധം നവനീത ചോരം ഗോപാംഗനാനാം ച ദുകൂല ചൗരം അനേക ജന്മാർജിത പാപ ചൗരം ചൗരാഗ്രഗണ്യം ശരണം പ്രവൃത്തി. വ്രജയിലൊക്കെ പ്രസിദ്ധമാണ് എന്താണ്? വെണ്ണകെട്ട് എന്ന കള്ളൻ. പിന്നെ എന്താണ്? ഗോപികമാരുടെ വസ്ത്രം കവർന്ന കള്ളൻ എന്നും എല്ലായിടത്തും എല്ലാവരും അറിയപ്പെടുന്ന ആ ഒരു കള്ളൻ. പക്ഷെ അദ്ദേഹം എന്താണ്? അനേക ജന്മാർജിത പാപ ചൗരം, അനേക ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പാപങ്ങളും ആ ഒപ്പം തന്നെ കവർന്നെടുക്കുന്നു നമ്മളുടെ. അങ്ങനെയുള്ള ചൗരന്മാരുടെ മഹാരാജാവായി ഈ കള്ളനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പം അദ്ദേഹമാണ് ശരിക്കുള്ള കള്ളൻ, നമ്മളല്ല. നമ്മൾ എത്ര പഠിച്ച പണി 18 ചെയ്താലും അദ്ദേഹത്തെ നമുക്ക് മറികടക്കാനോ അദ്ദേഹത്തെ പറ്റിക്കാനോ ആരും ശ്രമിക്കണ്ട. പൂച്ച ഇങ്ങനെ കണ്ണടച്ച് വന്നിട്ട് പാല് പിടിക്കും അല്ലേ. പാല് പിടിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടില്ലെന്നാണ് പൂച്ചയുടെ ഭാവം അല്ലേ. അത് ആ ഒരു കാര്യം നടക്കില്ല ഇവിടെ.
കാര്യം ഇത് കള്ളന്മാരുടെ രാജാവാണ്. അപ്പോൾ അതുകൊണ്ട് ചക്രവർത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒന്നും മറയ്ക്കാനോ പറ്റിക്കാനോ പറ്റില്ല. അദ്ദേഹം പരമാത്മാവായിട്ട് നമ്മളുടെ എല്ലാം ഹൃദയത്തിലിരിപ്പുണ്ട്. അതുപോലെ തന്നെ സർവ്വ പ്രപഞ്ചത്തിലും വ്യാപിച്ചുകൊണ്ട് എല്ലാ പ്രപഞ്ചങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുമാണ് ശയിക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന് നമുക്ക് വഞ്ചിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആചാര്യന്മാർ പറഞ്ഞത് കേട്ടനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക നല്ല പദ്ധതിയിൽ കൂടെ. 13ാമത്തെ ശ്ലോകം പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് തീർത്തേക്കാം. ശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവ കിൽബിഷൈ ഭുജ്ഞതേ തേ ത്വഖം ചാവായേ ചപന്ത്യാത്മകാരണാത് യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവ കിൽബിഷൈ ഭുജ്ഞതേ തേ ത്വഖം ചാവായേ ചപന്ത്യാത്മകാരണാത്. ഹരേ കൃഷ്ണ. നമുക്ക് ഇനി വായിക്കാനുള്ളത് ബാക്കി. ലൈല മാതാജി. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവ കിൽബിഷൈ ഭുഞ്ജതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജനി മാതാജി വേറെ ക്ലാസ്സിലല്ല എങ്കിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എന്താ പറയുന്നത്? സുജന മാതാജി. മാതാജി കാണുന്നില്ല. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. നിദ്രാദേവി എല്ലാവർക്കും കടാക്ഷിച്ചു എന്ന് തോന്നുന്നു. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവ കിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഞാൻ ചൊല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി ശ്രീരഞ്ജനി മാതാജി. നമോ ഭഗവതേ വാസുദേവായ. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവ കിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഖം പാപ യേ പചന്ത്യാത്മകാരണാത്. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. പ്രധാനപദ തർജ്ജമ. ജയശിലപ്രഭു. യജ്ഞശിഷ്ടാശിന, യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സന്ത ഭക്തന്മാർ സർവകിൽ വിഷയി എല്ലാ പാപങ്ങളിൽ നിന്നും മുച്യന്തെ മോചിക്കപ്പെടുന്ന തു എന്നാൽ ഏവനാണോ ആത്മ കാരണ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം പചന്തി ഭക്ഷണം ഉണ്ടാക്കുന്നുവോ തേ അവർ അഖം പാപ കൊടും പാപത്തെയാണ് പുഞ്ചത്തെ ഭുജിക്കുന്നത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ശ്ലോകം നമ്മൾ വായിക്കാതെ തന്നെയാണ് ഇത് പറഞ്ഞത് നമ്മളല്ലേ. ആദ്യം തന്നെ ഞാൻ ഈ ചോരനാണെന്നുള്ള കാര്യം ഇതും ഈ ശ്ലോകങ്ങൾ രണ്ടും ഞാൻ വായിക്കാതെ നോക്കാതെ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാപത്തെയാണ് പൂജിക്കുന്നത്. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് പൂജിക്കുന്നത്. ഇത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. യജ്ഞത്തിൽ നിവേദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിവേദിച്ചിട്ട് ഭക്ഷിക്കുന്നവർ സർവ്വപാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം. നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പം അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ തന്നെ എന്താണ് നടക്കുന്നത്? യജ്ഞം നടക്കുന്നുണ്ടല്ലേ. നമ്മുടെ വയറിനുള്ളിൽ എന്താണ് ദഹനം എന്ന് പറഞ്ഞ യജ്ഞം നടക്കുന്നുണ്ടല്ലേ. ആ യജ്ഞത്തിലേക്ക് നിവേദിക്കുന്ന സാധനങ്ങൾ, അർപ്പിക്കുന്ന സാധനങ്ങൾ എന്തായിരിക്കണം? ഭഗവാൻ കഴിച്ച സംഭവങ്ങളായിരിക്കണം. നമ്മളപ്പോൾ ഭഗവാന് ഭോഗം വെച്ചത് ശേഷം മാത്രമേ അത് ഉള്ളിൽ ചെല്ലാവുള്ളൂ. അല്ലാത്തവരെന്താണ്? പാപത്തെയാണ് പൂജിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആ ഉണ്ടാക്കുന്നതിൽ എല്ലാത്തിലും പാപം ഒളിഞ്ഞിരിക്കുകയാണ്. പാപപുരുഷനും ഏകാദശിയുടെ അന്ന് സാധാരണ ഭക്ഷണം കഴിക്കുന്നവർ, അരിയാഹാരം അതുപോലെ ധാന്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നവരെല്ലാവരും പാപപുരുഷനാണ് ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്. അതിൻ്റെ ഭാവാർത്ഥം അതുപോലെ തന്നെ എന്താണ്? ഇനി ആരാണ് വായിക്കുന്നത്? സതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥ നിവർത്തനം ശിലാപ്രഭുപാദ്. ജയ ശിലാപ്രഭുപാദ്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. ഭാവാർത്ഥം: ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവരെ സന്ത എന്ന് വിളിക്കുന്നു. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ അവരെപ്പോഴും ഭഗവാനെ പ്രേമിച്ചുകൊണ്ടിരിക്കും. പ്രേമാഞ്ജുനച്ഛുരിത ഭക്തി വിലോചനേന
സന്തസദൈവ ഹൃദയേഷു വിലോകയന്തി. സത്തുക്കൾ എപ്പോഴും ഗോവിന്ദനും ആനന്ദദായകനും മുകുന്ദനും മുക്തിദാതാവും ആയ കൃഷ്ണനിൽ സർവ ആകർഷകനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടുത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കുകയില്ല. അവർ ശ്രവണം, കീർത്തനം, സ്മരണ, അർച്ചന എന്നിങ്ങനെ പല വിധത്തിൽ ഭക്തിപൂർവകമായ സേവനയജ്ഞം തുടർന്നു പോരുന്നു. ഈ അനുഷ്ഠാനങ്ങൾ അവരെ ഭൗതിക ലോകത്തിലെ പാപസമ്പർക്കങ്ങളിൽ നിന്നുളവാകുന്ന മാലിന്യങ്ങളിൽ നിന്നെല്ലാം ഒഴിച്ചു നിർത്തുകയും ചെയ്യുന്നു. തനിക്ക് മാത്രമായോ ഇന്ദ്രിയ സന്ദർപ്പണത്തിനോ ആഹാരം ഒരുക്കുന്നവരാകട്ടെ ചോരന്മാരാണെന്ന് മാത്രമല്ല പല വിധത്തിലുള്ള പാപഭോക്താക്കളും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? തീർച്ചയായും അത് സാധ്യമല്ല. അതിനാൽ എല്ലാ വിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യർ പൂർണ്ണമായി കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. മറ്റൊരു വിധത്തിലും ലോകത്തിൽ ശാന്തിയോ സുഖമോ ഉണ്ടാവാൻ വയ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് വ്യക്തമായല്ല, മുക്തിദാതാവായ മുകുന്ദനിൽ അർപ്പിക്കാതെ നമ്മൾ കഴിക്കുന്ന ഓരോ അന്നവും എന്താണ് പാപമാണ്. അപ്പൊ അതുകൊണ്ട് നിവേദിക്കാതെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ സാധ്യമല്ല എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ചോരനും പാപിയുമായിട്ടുള്ള ഒരാൾ എങ്ങനെ, നമ്മളപ്പോ പാപത്തെയാണ് പൂജിക്കുന്നത്, അപ്പൊ ചോരനാണ് പാപിയാണ് രണ്ടും അല്ലേ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ഈ ഇന്ദ്രിയ സന്ദർപ്പണത്തിനായിട്ട് മാത്രം, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ആഹാരം ഉണ്ടാക്കുന്ന അത് ചോരൻ മാത്രമല്ല, പാപിയും കൂടിയാണ്. ചോരനും പാപിയുമായ ഒരാൾ എങ്ങനെ സന്തുഷ്ടനാകും? ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ചരാചരങ്ങളും സന്തോഷിക്കും അല്ലേ. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയ ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സന്തുഷ്ടരാകുമെന്ന്? നമ്മൾ ആ ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിന്റെ സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ കൂടെ നമ്മൾ കണ്ടു അല്ലെ. ദുർവാസ മഹർഷി ദുര്യോധനൻ ഇങ്ങനെ ഇളക്കി വിട്ടു ഇങ്ങോട്ട് വന്ന്, ദ്രൗപദിയുടെ എന്തോ ഒരു സാധനമുണ്ട്, എല്ലാവർക്കും എപ്പം വന്നാലും ഫുഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇളക്കി ദുർവാസ മഹർഷി ഓടിച്ച് ഇങ്ങോട്ട് വിട്ടു. ദുർവാസാമ ഒരു 1000കണക്കിന് ശിഷ്യന്മാരുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കുളിച്ചിട്ട് സ്നാനം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവിടെ വിളമ്പി വെച്ചേക്കാൻ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ്രൗപദി ഭക്ഷണം കഴിച്ചിട്ട് കഴുകി വെച്ചു ആ അക്ഷയപാത്രം. സൂര്യദേവൻ കൊടുത്താണ് അക്ഷയപാത്രം. ആ അക്ഷയപാത്രം ദ്രൗപദി കഴുകി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അതിൽ നിന്നൊരു ഭക്ഷണവും കിട്ടത്തില്ല. അല്ലെങ്കിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും, എത്ര പേർക്ക് വേണമെങ്കിലും കിട്ടും. അങ്ങനെ ദ്രൗപദി ഇരിക്കുമ്പം ഈ ബാക്കിയുള്ള പാണ്ഡവന്മാരെല്ലാം ഓടി നടക്കുകയാണ്. എവിടുന്ന് ഭക്ഷണം കൊണ്ടുവരിക? അവരങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഇപ്പൊ ദുർവാസാവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. എല്ലാവരും ശപിച്ച് ഭസ്മമാക്കും അല്ലേ. ദുർവാസാവിന്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഇവരാകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദ്രൗപദിക്ക് അവസാനം എന്താണ്, ഏറ്റവും വിഷമം വരുമ്പോൾ ദ്രൗപദിയുടെ സഖയെ വിളിക്കും. ആരാണ് ദ്രൗപദിയുടെ സഖ? കൃഷ്ണനാണ് അല്ലേ. കൃഷ്ണനെ എന്താണ് വിളിക്കുന്നത്? ഗോവിന്ദ എന്നാണ് വിളിക്കുന്നത് അല്ലേ, ഗോവിന്ദ. അപ്പം ഗോവിന്ദനെ വിളിച്ചു, എൻ്റെ ഗോവിന്ദ, ഞാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണൻ അവിടെ വന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചപ്പോൾ എങ്ങനെ കൃഷ്ണൻ, ഞാൻ ഇതുവഴി പോയപ്പം വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അല്ല, നീ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചത് നീ അറിഞ്ഞിട്ട് വന്നതാണ്. അല്ല, എന്താണിപ്പം സഖിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സഖി പറഞ്ഞു, ഇന്നപോലെ ദുർവാസാവ് ഇപ്പതേ വന്നുകൊണ്ടിരിക്കുകയാണ് സ്നാനത്തിന് പോയിട്ട്. അദ്ദേഹം ഇപ്പോൾ അവിടെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ദുർവാസാവും കൂട്ടിട്ട് അവിടെ വന്നിരുന്നു. എന്നിട്ട് ഭക്ഷണം എവിടെയും ചോദിക്കുകയാണ്. പാണ്ഡവരെല്ലാവരും പൂക്കൽ പോലെ വിറക്കുക, എന്ത് വേണമെങ്കിലും സംഭവിക്കും. അവർക്കൊക്കെ അറിയാം, ഒരു ഭക്ഷണം ഉണ്ടാക്കി വിറകൊക്കെ ശേഖരിച്ചുകൊണ്ടെന്ന് ഇത്രയും പേർക്ക് 10,000 പേർക്ക് എങ്ങനെ വെക്കും എന്നുള്ള പാത്രങ്ങളുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിച്ച ആശങ്കാകുലൻ അവരെല്ലാവരും ഇപ്പം ശാപം ഏറ്റെടുക്കാനുള്ള പക്വതയിൽ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്, ശപിച്ചോളാൻ പറഞ്ഞു. കാര്യം വേറൊരു മാർഗവും. അങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു, വിഷമിക്കാതെ സഖി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഭഗവതി കഴിച്ച പാത്രം, അത് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, യാതൊരു കാര്യവുമില്ല. ഞാനത് കഴിച്ചിട്ട് അത് കമത്തി വെച്ചു, നീ അതിൻ്റെ അകത്തൊന്നുമില്ല, എന്നാലും എടുക്കൂ. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കൂ, ഒന്ന് തപ്പി നോക്കാൻ പറഞ്ഞു ഒന്നുകൂടെ. അപ്പൊ നോക്കി കഴിയുമ്പോൾ ഒരു ചീര ഇലയുടെ ഒരു ബാക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് ഇതാണ് കിട്ടിയതെന്ന് പറഞ്ഞു കൊടുത്തു. അത് നീ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ, സുജന മാതാജി ഇവിടെ ശ്രദ്ധിക്കൂ മാതാജി. അങ്ങനെ ആ ചീരയില എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? അത് നൈവേദ്യമായി, അതായത് ദ്രൗപദി അർപ്പിച്ച നൈവേദ്യമായിട്ട് ഭഗവാൻ അങ്ങ് ഭക്ഷിച്ചു. ഭഗവാൻ അങ്ങ് ഭക്ഷിച്ചു കഴിഞ്ഞ സമയത്ത് എന്താണ് ഉണ്ടായത്? അത്രയും പേരുടെ വയറ് നിറഞ്ഞു.
അവരെല്ലാവരും ദുർവാസാവ് അടക്കം എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഏമ്പക്കം വിടുവാണ്. വയറ് നിറഞ്ഞു, അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ സ്ഥലം കാലിയാക്കി. ദുർവാസാവിന് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായി ഗോവിന്ദൻ ഇവിടെ എത്തിക്കാണും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ദുർവാസാവിന്, അല്ലേ? അപ്പൊ അവരുടെ എല്ലാം വയറ് നിറഞ്ഞു. ഭഗവാൻ അതാണ് ആ ശരിക്കുള്ള ഭോക്താവിന് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, അവർക്ക് എല്ലാവർക്കും വയറ് നിറഞ്ഞു, എല്ലാവരും സംതൃപ്തരായി. ഈ ഒരു സംഭവമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇന്ന് പ്രശാന്ത് പ്രഭു മറ്റേ ക്ലാസ്സിൽ 5 മണിക്ക് എന്നോട് കയറണമെന്ന് പറഞ്ഞ കൃഷ്ണചൈതന്യ പ്രഭു, പ്രശാന്ത് പ്രഭുവിന്റെ കഥ അവിടെ നടക്കുകയാണ്. പിന്നെ സമയം നീണ്ടുപോയി, ഞാൻ അറിഞ്ഞില്ല. ഇന്ന് ഒരുപാട് ടോപ്പിക് എടുത്തപ്പോൾ നാളെ എല്ലാവരും മറക്കരുത്, നിങ്ങളുടെ സമയം 3 മണി, നാട്ടിലത്തെ സമയം 3 മണിക്ക് നമുക്ക് ശ്രീകൃഷ്ണ അവതാര മഹിമ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ജന്മാഷ്ടമി ആശംസകൾ. അപ്പം ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ അവതാരം മഹിമ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കാവുന്നവർക്ക് അവതരിപ്പിക്കാം. ഭഗവത്ഗീതയിലെ ശ്ലോകം, ഭാഗവത്തിലെ ശ്ലോകം, അതിൻ്റെ അർത്ഥം പറയാം, എന്തെങ്കിലും കഥ പറയാം, കീർത്തനം. അതുപോലെ തന്നെ അവതാര മഹിമ പ്രശ്നോത്തരി 100 ചോദ്യങ്ങളുണ്ടാവും. പിന്നെ എന്താ പറയുന്നത്, രാമായണ സമർപ്പണം. ഇതെല്ലാം കൂടി 2-2.5 മണിക്കൂർ കാണും. അതിന് തയ്യാറെടുത്ത് വരിക. ഉപവാസമല്ലേ, അപ്പം നിദ്രാദേവി കടാക്ഷിക്കാതെ എല്ലാവരും എത്തിച്ചേരുക. അതുപോലെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, സംശയം ഒന്നുമില്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ക്ലാസ്. ജന്മാഷ്ടമി ആശംസകൾ പ്രഭുവിന്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രഭു, നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി നമ്മള് പിന്നെ ദേവന്മാർക്ക് യജ്ഞം ചെയ്യുന്നു. അതെ, അപ്പൊ യജ്ഞം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദേവന്മാർ തരുന്നു. പക്ഷെ അത് അവർക്ക് തിരിച്ചതിന്റെ കുറച്ചെങ്കിലും ഭാഗം കൊടുക്കാതെ വരുമ്പോൾ നമുക്കത് ദോഷമായിട്ട് അങ്ങനെയുള്ളവരെ ഭവിക്കുന്നു. ചോരന്മാരെന്നാണ് വിളിക്കുന്നത്, അല്ലേ? അങ്ങനെയുള്ള ചോരന്മാരെന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അടുത്തത് എന്താണ് പറയുന്നത് നമ്മുടെ രാധിക മാതാജി? മ്യൂട്ടാണ് മാതാജി. മാതാജി ഓർക്കുന്നില്ല. സതി മാതാജി. ഹരേ കൃഷ്ണ. ആ, ആരോടാ ചോദിച്ചേ? രാധിക മാതാജി പറഞ്ഞു. മാതാജി കാണാൻ വന്നപ്പോൾ ഞാൻ സതി മാതാജി വിളിച്ചു. ഹരേ കൃഷ്ണ. ഓരോരോ ദൈവങ്ങളെ നമ്മള് ആ ഒരു പ്രത്യേക ഇഷ്ടത്തിന് വേണ്ടി നമ്മള് യജ്ഞങ്ങൾ ചെയ്യണം. ആ യജ്ഞങ്ങൾ ആ ദേവന്മാർ സന്തുഷ്ടരായിട്ട് അവർക്ക് വേണ്ടുന്ന ആ ഒരു അനുഗ്രഹങ്ങളെ ദേവന്മാർ തിരിച്ച് നൽകും. പക്ഷെ ഈ മാതാജി പറഞ്ഞ അവരെ ചോരന്മാർ എന്ന് പറയുന്നു. അവർക്കും തിരിച്ച് അത് കൊടുക്കാതിരുന്ന അവരെ ഹരേ കൃഷ്ണ. എന്റെ നെറ്റിന് കുറച്ച് പ്രോബ്ലം ഉണ്ട് പ്രഭു. അതെ അല്ലേ? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല ക്ലിയർ ആയിട്ട്. എല്ലാ വിധത്തിലും ഞാൻ പറയട്ടെ, പറഞ്ഞോ. എല്ലാ വിധത്തിലും സന്തുഷ്ടരാകണമെങ്കിൽ മനുഷ്യൻ പൂർണ്ണമായും കൃഷ്ണാവബോധം സ്വീകരിച്ചുകൊണ്ട് പ്രയാസമില്ലാത്ത സങ്കീർത്തന യജ്ഞത്തിൽ പരിശീലനം നേടണം. മറ്റൊരു വിധത്തിൽ ലോകത്തിൽ ശാന്തിയോ സമാധാനമോ ഉണ്ടാകുകയില്ല. ഹരേ കൃഷ്ണ. നല്ല പോയിന്റാ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമ്മള് ഭഗവാനെ 100% വിശ്വസിച്ച് മനസ്സിലിരിക്കലേ, നമ്മൾ ഏത് സന്നിഗ്ധ ഘട്ടത്തിലും ഭഗവാനെ നീട്ടിയൊരു വിളിച്ചാൽ ഭഗവാൻ നമ്മളെ കൂടെ എത്തും. പക്ഷെ അത് ഭഗവാൻ ശംഖും ചക്രം ഉദജോ പങ്കജോ ഉള്ള ഭഗവാന്റെ രൂപത്തിലായിരിക്കില്ല, പക്ഷെ മറ്റേതെങ്കിലും രൂപത്തില. എനിക്ക് അനുഭവമുള്ള ഒരു കഥ പറയട്ടെ. അനുഭവമുള്ള കഥയല്ല സംഭവിച്ചതാ, പറയട്ടെ പ്രഭു. ഞാനേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 3-4 കൊല്ലം മുന്നേ പൊങ്കാലയ്ക്ക് പോയി തിരുവനന്തപുരത്ത് അവിടെ പോയി പൊങ്കാലയൊക്കെ ഇട്ട് വന്ന് രാവിലെ 6 മണിക്കല്ല പരശുരാം എക്സ്പ്രസ് അതിൽ കയറി ഇങ്ങോട്ട് വരുന്ന 3:30 ആയപ്പോ ആ പരശുരാം എക്സ്പ്രസിൽ രാവിലെ കയറുന്നവര് മുഴുവൻ ടിഫിൻ കൊണ്ടുവരുന്നവരാ. മറ്റേ
എല്ലാവരും അവിടെ ഒരു കാറ്ററിംഗ് സർവീസ് ഒന്നും വരില്ല, ഒരു വെള്ളം കൂടെ വരില്ല. അങ്ങനെ 3:30 വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല. തലേന്നേ ഒരു ചപ്പാത്തി രാത്രി കഴിച്ചത്. വെള്ളം 4 മണി ആകുമ്പോഴാ ഷൊർണ്ണൂരെത്തി. അവിടെ കുറച്ച് സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ വിചാരിച്ചു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ള കുട്ടീനോട് പറഞ്ഞു, നീ പോയി അപ്പുറത്തെ ഒരു കാറ്ററിംഗ് സർവീസില് ഉണ്ട്, അവിടെ പോയിട്ട് വെള്ളെങ്കിലും വാങ്ങിച്ചോ, അല്ലെങ്കിൽ ഫ്രൈൻസ് എന്തോ വാങ്ങിച്ചോ എന്ന്. അവള് അങ്ങോട്ട് പോകുമ്പോ എന്തോ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇന്ത്യയും കൂടെ വിളിച്ചതാണ്. അപ്പൊ TTR ഉണ്ട് അവിടെ. TTRനോട് ഞാൻ ചോദിച്ചു, മോനെ ഇത് ഞങ്ങൾക്ക് സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ സമയമില്ലേ, ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പില്ലേ, ഉണ്ട് നിങ്ങൾ പോയിക്കോളിയായിരുന്നു. ഞാൻ പോയി ഒരു 10 അടി അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് വണ്ടി എന്താ പോകുന്ന. ഞാൻ വിചാരിച്ചു ഗുരുവായൂരപ്പ ഞാനിപ്പോ എന്താ ചെയ്യാ. മുന്നിലത്തെ കുട്ടീനെ വിളിച്ചു. അപ്പൊ എന്റെ കൂടെയുള്ള ഒരാള് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ സാധനം മുഴുവനുണ്ട്. 4 മണിയാ. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി കുടുങ്ങിപ്പോയി, പുറത്ത് കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ വീട്ടുകാരെന്ത് വിചാരിച്ചു. ഞാൻ എന്റെ ഗുരുവായൂരപ്പാന്ന് വിളിച്ച് നീട്ടി ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും വണ്ടി വേഗം എടുത്തു. കൃഷ്ണാന്ന് വിളിച്ച് നീട്ടി വിളിച്ചപ്പോണ്ടല്ലോ പ്രഭു, സത്യം എനിക്ക് ഇപ്പോഴും അത് ആലോചിക്കുമ്പോ എന്റെ കൈയും കാലും പറക്കും. ഒരു ചെക്കന് 10-18 വയസ്സായ ഒരു നടത്തലുണ്ട്, ഒരു ചെക്കനുണ്ട്. ആ വാതിൽക്കൽ 2 കൈയും നീട്ടി നിൽക്കുന്നു. ഞാൻ ഓടി ഭഗവാനെ വിളിച്ച് ഓടി എന്റെ 2 കയ്യെ ചെക്കന്റെ കയ്യിലേക്ക് അങ്ങോട്ട് എടുത്തു. എങ്ങനെയോ ആ കുട്ടി എന്നെ പിടിച്ചു വലിച്ച് വണ്ടിയിലിട്ടു. വണ്ടിയിൽ ഇട്ടപ്പോഴാ ഞാൻ നോക്കുന്നത്. അപ്പൊ എന്റെ കൂടെ ഉള്ളവളെ എത്തിയോ നോക്കാൻ അവിടെ പോയി ഓടി വന്നപ്പോ അവള് മെലിഞ്ഞിട്ട് അവള് ഓടി എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവരോട് ഞാൻ ഒന്നൊരു നന്ദിയും കൂടെ പറഞ്ഞില്ലല്ലോ വിചാരിച്ച അക്കമ്പാട്ട് വെല്ലോ അടുത്തും പോയി നോക്കുമ്പോ ഞാൻ ഇവനെ കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക, എന്റെ ഗുരുവായൂരപ്പ കൃഷ്ണ ഞാനിവിടെ കുടുങ്ങി പോയല്ലോ എന്ന് ഒരൊറ്റ വിളി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ ഞാൻ ആ കുട്ടീന്റെ ഒരു പൊടിയും കണ്ടില്ല. അങ്ങനെ ഓരോരോ അനുഭവം ഉണ്ട് പ്രകൃതി. നമ്മള് മനസ്സ് മുട്ടി ഭഗവാനെ വിളിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടും. നമ്മളെ വേണ്ട കാര്യം സാധിച്ചു തരുകയും ചെയ്യും. അതെ. ഹരേ കൃഷ്ണ മാതാജി. ഒന്നും പറയാനില്ല മാതാജി, എല്ലാം മാതാജി പറഞ്ഞതിൽ തന്നെ ഉണ്ട്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഷിബി മാതാജി. ഹരേഷ്ണ ഭഗവാൻ സ്തോത്രപ്രിയനായതുകൊണ്ട് നമ്മളെപ്പോഴും ആ കൂടെയുള്ളവരോട് കഥകളും കീർത്തനങ്ങളും എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പാകുന്നു ഭഗവാൻ നമ്മുടെ കൂടെ വന്ന് നിൽക്കും. അത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതാ വിശ്വസിക്കുന്നത് പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, നല്ല പോയിന്റ് ആയിരുന്നു. ഇനി അടുത്തത് ഹരേ കൃഷ്ണ പ്രഭു. മാതാജി. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങള് സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു. എന്നാൽ അവരവർക്ക് വേണ്ടി മാത്രം ഭക്ഷിക്കുന്ന പാപികള് പാപത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. അത് തന്നെയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി സമ്മറി. മൈക്ക് ഓണാക്കിയാണ്. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധീകൃത ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതം പവിത്രമാവുന്നു. ജീവിതശുദ്ധി സ്മരണമണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തിമാർഗ ചിന്ത ആരംഭിക്കുന്നു. ആധുനിക ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. സമൂഹത്തിന് അത്യാവശ്യമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്രീരഞ്ജനി മാതാജി, എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? മാതാജി ഭക്തിശാസ്ത്രയിലെങ്ങാനും ആയിരിക്കാം. ഓക്കെ. അപ്പോൾ ഹരേ കൃഷ്ണ, എല്ലാവരും ഏകദേശം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറഞ്ഞ, നാളെ നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്ന ജന്മാഷ്ടമിയാണ്. ഒരുപാട് നമ്മൾ ഉത്സവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട നമ്മുടെ കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ജന്മാഷ്ടമിയാണ്. അപ്പോൾ നമ്മൾ ഭഗവാൻ നമുക്കറിയാം, ഭഗവാൻ ജനിക്കുകയില്ല മരിക്കുകയില്ല എന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ ഭഗവാന്റെ ജന്മവും അതുപോലെ തന്നെ ഭഗവാന്റെ തിരോധാനവും ഒക്കെ തന്നെ ഭയങ്കര അതീന്ദ്രിയമായതുകൊണ്ട് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നതുമെല്ലാം. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി ഓർക്കുകയും സ്മരിക്കുകയും നമ്മൾ ഇത് കൊണ്ടാടുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഭഗവാനുമായിട്ട് നമ്മൾ
അസോസിയേറ്റ് ചെയ്യുകയാണ് അല്ലെ, ഓരോ നിമിഷങ്ങളിൽ നമ്മളത് ചെയ്യുമ്പോഴെല്ലാം കൂടുതൽ അസോസിയേറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ ആ കൃഷ്ണ ഭാവനാമൃതത്തിൽ ഇന്ന് രാത്രി മുതൽ എല്ലാവരും തന്നെ എന്താണ് നമ്മളെ ഹൃദയത്തിൽ എന്താണ് നമ്മൾ ഒരു തൊട്ടിലൊക്കെ കെട്ടി നമ്മൾ അവിടെ നമ്മൾ ആ ഒരു മൂഡിലേക്ക് മാറുക. എല്ലാവരും തൊട്ടിലൊക്കെ കെട്ടി നമ്മൾ അവിടെ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ് നാളെ. അപ്പം അതുകൊണ്ട് കരുതി കാത്തിരിക്കുക, ഭഗവാനെ സ്വീകരിക്കുക. സ്വാഗതം കൃഷ്ണ എന്ന് പറഞ്ഞ് സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ പിന്നെ നമ്മളെല്ലാവരും താരാട്ട് പാട്ടി ഭഗവാനെ ഉറക്കുക, ഭഗവാന് വേണ്ട ഭോഗങ്ങളെല്ലാം കൊടുക്കുക. മാനസപൂജ കൂടുതലായിട്ടും ചെയ്യുക. കൃഷ്ണ ഭാവനാമൃതത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. ഭഗവാന്റെ അവതാര ദിവസവും തുടർന്ന് അങ്ങോട്ടേക്കുള്ള ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവർക്കും കൃഷ്ണകൃപ കോരിച്ചൊരിഞ്ഞ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായ ഹൃദയം തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഹരിബോൾ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജിക്ക് അപ്പൊ ജന്മാഷ്ടമി ആശംസകൾ. എല്ലാ മാതാജിമാർക്കും ആശംസകൾ. ജന്മാഷ്ടമി ആശംസകൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇവർക്ക് ജന്മാഷ്ടമി ആശംസകൾ. കൃപാസന്ധി ഭേവിച്ച പ്രധാനം വൈഷ്ണവേഭ്യോ നമ്മൾ എൻ്റെ കൂടി ഹരേ വൈഷ്ണവ. കൃഷ്ണ.